അധ്യായം 9. അമൃതധാര ലേലത്തിൽ വിൽക്കാനോ? അമരേന്ദ്രൻ പറഞ്ഞത് ഉൾക്കൊള്ളാൻ വരുണമിത്രന് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ മുഖത്തെ പ്രകാശം മങ്ങി. അമൃതധാര ഏവർക്കും തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സാധാരണ ഔഷധമല്ല, ഏറെ സൂക്ഷ്മമായി നിർമ്മിക്കേണ്ട അപൂർവ ഔഷധമാണ്. അത് വിൽക്കുക എന്നത് വരുണമിത്രന് താല്പര്യമുള്ള വിഷയമായിരുന്നില്ല. എങ്കിലും അമരേന്ദ്രൻ ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇതൊരു പരിഹാരമാവുമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് വരുണമിത്രൻ കരുതി. കുമാര, അമൃതധാര ലേലത്തിൽ വെക്കുന്നത് ഒരു നല്ല കാര്യമാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ തന്നെ ചെയ്തോളൂ. അത് കുമാരന്റെ ഇഷ്ടം. ഈ കാര്യത്തിൽ എനിക്ക് മറിച്ചൊരു അഭിപ്രായം പറയാനില്ല. ഗുരുദേവന് ലേല വിഷയത്തിൽ എതിരഭിപ്രായം ഒന്നുമില്ലെന്നറിഞ്ഞ അമരേന്ദ്രൻ അതിയായി സന്തോഷിച്ചു. കയ്യിലുള്ള പണം കൊണ്ട് അമൃതധാരയ്ക്ക് ആവശ്യമായ മൂലികകൾ വാങ്ങാൻ അമരേന്ദ്രൻ തീരുമാനിച്ചു. കുറഞ്ഞ രീതിയിലുള്ള മൂലികകൾ ഉപയോഗിച്ച് വരുണമിത്രൻ അമൃതധാര നിർമ്മിച്ചു. എന്നാൽ സാധാരണ അമൃതധാര നിർമ്മിക്കുമ്പോൾ ആ ദ്രാവകത്തിന്റെ നിറം കടും പച്ച നിറമാണ്. ഇപ്പോൾ നിർമ്മിച്ച ഔഷധത്തിൻ്റെത് ഇളം പച്ച നിറമായിരുന്നു. പുതുതായി നിർമ്മിച്ച അമൃതധാര ഒരു ചെറിയ മൺകുടത്തിൽ മൂടിക്കെട്ടി അമരേന്ദ്രൻ അറയിൽ സൂക്ഷിച്ചു. എന്നാൽ ഈ സമയം ജാലകം വഴി അമരേന്ദ്രന്റെ പ്രവൃത്തികൾ സസൂക്ഷ്മം മറ്റൊരാൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വാസുകിയുടെ ചാരൻ നികണ്ഠൻ. അമരേന്ദ്രന്റെ ശക്തി വർദ്ധിക്കുന്നത് അമൃതധാര എന്നൊരു ഔഷധം കൊണ്ടാണെന്ന് നികണ്ഠന് മനസ്സിലായി. എന്നാൽ ആ ഔഷധം എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അവനെ സഹായിക്കുന്ന ആ യോഗി ആരാണ് എന്നൊന്നും അവന് മനസ്സിലായിരുന്നില്ല. എന്തു സംഭവിച്ചാലും ശരി, ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം എത്രയും വേഗത്തിൽ രാജകുമാരി വാസുകിയെ അറിയിക്കണമെന്ന് നികണ്ഠൻ തീരുമാനിച്ചു. വളരെ വേഗത്തിൽ അവൻ വാസുകിക്ക് അരികിലെത്തി. അമരേന്ദ്രന്റെ അറയിൽ താൻ കണ്ട കാഴ്ചയെല്ലാം അവൻ വാസുകിയെ പറഞ്ഞു കേൾപ്പിച്ചു. അമരേന്ദ്രൻ 5ാമത്തെ നക്ഷത്രശക്തിയും നേടിയോ? അവന്റെ ഈ മാറ്റത്തിന് കാരണം കേവലം ഒരു ഔഷധമാണെന്നോ? ഇതൊന്നും വിശ്വസിക്കാനാകുന്നില്ല. എല്ലാം കേട്ട് വാസുകി അമ്പരന്നു പോയി. നികണ്ഠ, നീ ആ യോഗിയെ കണ്ടോ? അദ്ദേഹം ആരാണെന്ന് നീ ഇനിയും മനസ്സിലാക്കിയില്ലേ? കോപത്തോടെ വാസുകി ചോദിച്ചു. അമരേന്ദ്രനോട് സംസാരിക്കുന്ന ആ യോഗി വര്യനെ നികണ്ഠന് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ശബ്ദം കൊണ്ടാണ് അദ്ദേഹം ഒരു യോഗിയാണെന്ന് നികണ്ഠൻ മനസ്സിലാക്കിയത്. ആരാണെന്ന് അറിയില്ല രാജകുമാരി, ശബ്ദം മാത്രമേ എനിക്ക് കേൾക്കാൻ സാധിച്ചുള്ളൂ. ഇതുവരെ അയാൾ അറയ്ക്ക് പുറത്തേക്ക് വന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. അടുത്ത തവണ അയാളെ കാണാൻ തീർച്ചയായും ശ്രമിക്കും രാജകുമാരി. വാസുകിയുടെ ചോദ്യങ്ങൾക്ക് പരിഭ്രമത്തോടെ നികണ്ഠൻ മറുപടി പറഞ്ഞു. അത് സാരമില്ല. എല്ലായ്പ്പോഴും അശരീരിക്ക് അമരേന്ദ്രന്റെ അറയിൽ കയറി ഒളിക്കാനൊന്നും ആകില്ല. പുറത്തേക്ക് വരേണ്ടി വരും. നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. ആ അമൃതധാര ലേലത്തിന് വെക്കാൻ അവനെ അനുവദിക്കരുത്. നമ്മുടെ വീരന്മാരെ വേഷം മാറ്റി അവൻ അരികിലേക്ക് അയക്കണം. ലേലത്തിനായി അമൃതധാരയുമായി സഞ്ചരിക്കുന്ന വഴിമധ്യേ അത് കൈക്കലാക്കണം. ഉത്തരവ് പോലെ രാജകുമാരി. എങ്കിലും അടിയനൊരു സംശയം ബാക്കി നിൽക്കുന്നു. തിരുവുള്ളക്കേട് തോന്നിയില്ലെങ്കിൽ അടിയൻ അത് ഉണർത്തിച്ചോട്ടെ. തീർച്ചയായും പറയൂ നികണ്ഠ, എന്താണ് നിന്റെ സംശയം? അത് പാഞ്ചാല ദേശമാണ്. അവിടെ നിരവധി പാഞ്ചാല വീരന്മാരുണ്ട്, ആശങ്കയോടെ നികണ്ഠൻ പറഞ്ഞു. നീ പറയുന്നത് ശരി തന്നെയാണ്. എങ്കിലും നമുക്ക് ആ അമൃതധാര കൈവശപ്പെടുത്തിയേ പറ്റൂ. ഇത് നമ്മുടെ രാജവംശത്തിന്റെ അഭിമാന പ്രശ്നമാണ്. ആവശ്യമെങ്കിൽ ഞാനും കളത്തിലിറങ്ങും. എന്തായാലും വീരന്മാരിൽ ഏറ്റവും പ്രഗത്ഭരായവരെ പാഞ്ചാല ദേശത്തേക്ക് അയക്കൂ, വാസുകി ആജ്ഞാപിച്ചു. വാസുകിയുടെ കണ്ണുകളിൽ തീ പാറി. ആ ലേലശാലയിൽ വെച്ച് അമരേന്ദ്രനെ അപമാനിക്കണമെന്ന് വാസുകി ദൃഢപ്രതിജ്ഞയെടുത്തു. തനിക്കെതിരെ വാസുകി നടത്തുന്ന ഗൂഢാലോചനയെ കുറിച്ചൊന്നും അറിയാതെ അമരേന്ദ്രൻ അവിടെ പാഞ്ചാല ദേശത്ത് അവന്റെ അറയിൽ കണ്ണടച്ചിരുന്നു സ്വപ്നം കാണുകയായിരുന്നു. സ്വപ്നത്തിൽ നിന്നുണർന്ന് കണ്ണുകൾ തുറന്ന അമരേന്ദ്രൻ അമൃതധാര സൂക്ഷിച്ചു വെച്ച മൺകുടവും എടുത്തുകൊണ്ട് ലേലത്തിന് പുറപ്പെടാൻ ഇറങ്ങി. പാഞ്ചാല നഗരത്തിലെ സമ്പന്നവും പ്രശസ്തവുമായ കുടുംബങ്ങളിൽ ഒന്നായിരുന്നു ചക്രനന്ദ കുടുംബം. അവരുടേതായിരുന്നു ലേലശാല. ദേശമൊന്നാകെ ബഹുമാന പുരസ്സരം നോക്കിക്കാണുന്ന കുടുംബമാണത്.
ഇവരുടെ ഒരു ആധിപത്യം ലേലകേന്ദ്രത്തിൽ നടക്കുന്ന എല്ലാ ലേലങ്ങളിലും കാണാമായിരുന്നു. ലേലത്തിൽ നഷ്ടം സംഭവിച്ചാലും ലാഭം സംഭവിച്ചാലും അവർക്കെതിരെ ആരും എതിർവാക്ക് പറയില്ലായിരുന്നു. അമൃതധാര നിറച്ച കുടവുമായി കൊട്ടാരത്തിന് പുറത്തിറങ്ങിയ അമരേന്ദ്രന്റെ മനസ്സിൽ അകാരണമായി എന്തോ ഒരു ആദി തോന്നി. അനർത്ഥമായി എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ അവന്റെ ഉപബോധ മനസ്സ് പറഞ്ഞു. അതേസമയം അമരേന്ദ്രന്റെ മോതിരത്തിൽ നിന്നും അശരീരി മുഴങ്ങി. അവന്റെ യാത്രയെ വരുണമിത്രനും തടഞ്ഞു. അമരേന്ദ്ര, ലേലശാലയിലേക്ക് അമൃതധാരയുമായി പോകുന്നത് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കൂ. എനിക്കെന്തോ അത് ശരിയായി വരില്ലെന്നൊരു തോന്നൽ. കാര്യത്തോടടുക്കുമ്പോൾ ഗുരുദേവന്റെ മനസ്സിന് ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ടെന്ന് അമരേന്ദ്രന് തോന്നി. ഗുരുദേവ, അങ്ങേക്ക് ഒരാശങ്കയും വേണ്ട. സാധാരണ അവിടെ നിന്നുണ്ടാക്കുന്ന അമൃതധാര പോലെ മികച്ച ഒന്നല്ല ഈ കുടത്തിൽ ഇരിക്കുന്ന അമൃതധാര. കടും പച്ച നിറത്തിലുള്ള ദ്രാവകമാണ് അങ്ങ് സാധാരണയായി നിർമ്മിക്കുന്ന ഔഷധം. എന്നാൽ ഇതിന്റെ നിറം ഇളം പച്ചയാണ്. ഇത് നിർമ്മിക്കുന്ന മൂലികകൾ മനസ്സിലാക്കിയാലും ഔഷധത്തിന്റെ അളവും പാകവും ഒന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് മികച്ച ആ ഔഷധക്കൂട്ട് അങ്ങേക്ക് തന്നെയാണ് സ്വന്തമായിരിക്കുക. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അമരേന്ദ്രൻ. അമരേന്ദ്രകുമാര, മാറി നിൽക്ക്! ഗുരുദേവൻ അലറി. പെട്ടെന്ന് ഒരു കൂർത്ത കുന്തം അവന് നേരെ പാഞ്ഞു. അവസരോചിതമായി ഗുരുദേവൻ ഇടപെട്ടതുകൊണ്ട് അമരന് എളുപ്പത്തിൽ മാറി നിൽക്കാൻ സാധിച്ചു. ഒരു നിമിഷം മാറാൻ വൈകിയിരുന്നെങ്കിൽ അമരന്റെ ദേഹത്ത് ആ കുന്തത്തിന്റെ അഗ്രഭാഗം ആഴ്ന്നിറങ്ങിയേനെ. ആ കുന്തം ദേഹത്ത് പതിച്ചാൽ ജീവഹാനി ഒന്നും സംഭവിക്കില്ല. പക്ഷേ കുറച്ചു ദിവസത്തേക്ക് പരിക്കേറ്റ് കിടക്കാൻ ഇടവരുത്തും. അങ്ങനെ പരിക്കേറ്റാൽ പരിശീലനം മുടങ്ങും. വരുണമിത്രന്റെ സമയോചിതമായ ഇടപെടൽ നിമിത്തം പരിക്കേൽക്കാതെ അമരൻ രക്ഷപ്പെട്ടു. എന്നാൽ പെട്ടെന്ന് മാറി നിൽക്കുന്നതിന് ഇടയിൽ കാൽ തെറ്റി അമരൻ താഴെ വീണു. അവന്റെ കണ്ണിൽ കോപാഗ്നി ജ്വലിച്ചു. ആ വെളിച്ചത്തിൽ തനിക്ക് മുമ്പിൽ ഒരു ദൃഢഗാത്രൻ നിൽക്കുന്നത് അവൻ കണ്ടു. ക്ഷമിക്കണം രാജകുമാര, അങ്ങയുടെ ശക്തികളെല്ലാം ക്ഷയിച്ചിരിക്കുകയാണെന്നറിയാം. എങ്കിലും ഒരു വടിതട്ടി അങ്ങ് വീഴുമെന്ന് അടിയൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ യോദ്ധാവ് സഹതാപം തുളുമ്പുന്ന വാക്കുകൾ തൊടുത്തു. തന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് ഈ യോദ്ധാവ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അമരന് മനസ്സിലായിരുന്നു. അവന്റെ പ്രകോപനത്തിൽ വീഴാതെ അമരൻ ചുറ്റുപാടും വീക്ഷിച്ചു. കൊട്ടാര പരിസരത്ത് അപരിചിതരായ ചിലരെ സാധാരണക്കാരുടെ വേഷത്തിൽ കണ്ടു. അവരെ ശ്രദ്ധിക്കാതെ അമരൻ മുന്നോട്ട് നടന്നു. പെട്ടെന്നൊരാൾ അമരന് നേരെ വന്നു നിന്നു. അയാൾ കോപത്തോടെ പറഞ്ഞു, ഇതൊട്ടും ന്യായമല്ല രാജകുമാര. അറിയാതൊന്ന് അയാൾ താങ്കളുടെ ദേഹത്ത് സ്പർശിച്ചു പോയതിന് താങ്കൾ ഇത്രയേറെ അദ്ദേഹത്തെ ശകാരിക്കേണ്ടതില്ല. അനാവശ്യമായി അവർ പ്രശ്നത്തിനൊരുങ്ങി. പെട്ടെന്ന് അവരുടെ ശബ്ദം കേട്ട് പാഞ്ചാല ദേശത്തെ വീരന്മാരും അവിടെ എത്തിച്ചേർന്നു. അമരേന്ദ്രന് അനുകൂലമായും പ്രതികൂലമായും രണ്ടു കൂട്ടർ സംസാരിച്ചു തുടങ്ങി. അവർ പരസ്പരം വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടു. അവരുടെ വാക്കുതർക്കത്തിനിടയിൽ ഒരാൾ അമരേന്ദ്രന്റെ കയ്യിൽ നിന്നും അമൃതധാര നിറച്ച മൺകുടം കൈവശപ്പെടുത്താൻ ശ്രമിച്ചു. അയാളുടെ കയ്യിൽ നിന്നും മൺകുടം രക്ഷിക്കുന്നതിനായി അയാൾക്ക് നേരെ അമരേന്ദ്രന് ബലം പ്രയോഗിക്കേണ്ടി വന്നു. അതിന്റെ തുടർച്ചയായി വെറും തർക്കഭൂമിയായിരുന്ന അവിടം യുദ്ധഭൂമിയായി മാറി. എന്തിനാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് അറിയാതെ അവർ പരസ്പരം അകാരണമായി പോരടിക്കുവാൻ തുടങ്ങി. സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ള മുൻധാരണ ഉണ്ടായിരുന്ന അമരൻ മറ്റാരും കാണാതെ ആ ബഹളത്തിൽ നിന്നും പതിയെ ഇറങ്ങി നടന്നു. അതേസമയം ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ അരങ്ങേറിയതിന് പിന്നിലെ സൂത്രധാരൻ നിഖണ്ഡൻ അമരേന്ദ്രന് പിറകെ സഞ്ചരിക്കാൻ തുടങ്ങി. തന്നെ പിന്തുടർന്ന് വാസുകിയുടെ ചാരൻ വരുന്നുണ്ടെന്നറിയാതെ അമരൻ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പ്രയാണം ആരംഭിച്ചു. അമരേന്ദ്രൻ ലേലശാലയിലെത്തി. പെട്ടെന്ന് എന്തോ ഓർത്ത അമരൻ അവിടെ നിന്നും ഒരു ഊടുവഴിയിലേക്ക് മാറി നിന്ന് വേഷം മാറി മുഖാവരണം അണിഞ്ഞു. ഒരു കറുത്ത വേഷം ധരിച്ചു. വീണ്ടും അമരേന്ദ്രൻ ലേലശാലയ്ക്ക് മുമ്പിലെത്തി. തന്റെ ഈ പുതിയ വേഷത്തിൽ എളുപ്പത്തിൽ തന്നെ ആരും തിരിച്ചറിയില്ലെന്ന് അമരൻ ഉറപ്പിച്ചു. എന്നാൽ കറുത്ത വേഷം ധരിച്ച ഒരു സ്ത്രീരൂപം അവനെ പിന്തുടർന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ ക്രൂരതയും അഹങ്കാരവും നിറഞ്ഞു നിന്നിരുന്നു. അവളുടെ മിഴികൾ അമരന്റെ കയ്യിലെ അമൃതധാര നിറച്ച മൺകുടത്തിൽ തറഞ്ഞു നിന്നു. അമരേന്ദ്രൻ
അതീവ ജാഗ്രതയോടെ ലേലശാലയിലൂടെ മുന്നോട്ട് നടന്നു. അവിടെ പ്രവേശിച്ച അമരേന്ദ്രൻ തന്റെ പദ്ധതി പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു അവസരത്തിനായി കാത്തിരുന്നു. താൻ വളരെ സൂക്ഷിക്കണമെന്ന് അമരേന്ദ്രന് മനസ്സിലായിരുന്നു. അമൃതധാരയെക്കുറിച്ച് ആർക്കൊക്കെയോ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. അമൃതധാര ഉന്മേഷദായകമാണ്. സേവിച്ചാൽ പുതിയ ഊർജവും ലഭിക്കും. അമൃതധാരയെക്കുറിച്ച് ആളുകൾ അറിഞ്ഞാൽ അമൃതധാര ആഗ്രഹിക്കുന്നവൻ എങ്ങനെയും അവിടെ എത്തിച്ചേരും. അതിനായി ധാരാളം പണവും ചെലവഴിക്കും. ഇക്കാര്യത്തിൽ അമരേന്ദ്രന് അശേഷം സംശയമില്ലായിരുന്നു. അമരനെ ആരും തിരിച്ചറിയില്ലെന്നതിൽ അവൻ സന്തുഷ്ടനായിരുന്നു. ലേലശാലയ്ക്ക് പുറത്ത് കാവൽക്കാർ ഉണ്ടായിരുന്നെങ്കിലും അവരാരും അമരേന്ദ്രനെ തടഞ്ഞില്ല. ശാലയ്ക്കകത്ത് പ്രവേശിച്ച അമരൻ ചുറ്റുപാടും വീക്ഷിച്ചു. നിരീക്ഷണ മുറി എന്ന് എഴുതി വെച്ചിരുന്ന ഒരു മുറിയിൽ അമരന്റെ കണ്ണുകൾ പതിച്ചു. അമരൻ ആകാംക്ഷയോടെ മുറിക്കകത്തേക്ക് നോക്കി. അവിടെ മധ്യവയസ്കനായ ഒരാൾ ഇരിക്കുന്നുണ്ട്. വാതിലിന്റെ തുറന്നിട്ട പാളിയിൽ അവൻ ശക്തമായി മുട്ടി. അകത്തേക്ക് വരാമോ? അവൻ അയാളോട് ആരാഞ്ഞു. അമരന്റെ ചോദ്യം കേട്ട് വാതിൽ ശക്തമായി മുട്ടി. അകത്തേക്ക് വരാമോ? അവൻ അയാളോട് ആരാഞ്ഞു. അമരന്റെ ചോദ്യം കേട്ട് വാതിൽക്കൽ എത്തിയ അയാൾ അവനെ അതൃപ്തിയോടെ അടിമുടി വീക്ഷിച്ചു. അദ്ദേഹത്തിന് അമരന്റെ വേഷവിധാനം അല്പം വിചിത്രമായി തോന്നി. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? അയാൾ അമരനോട് ചോദിച്ചു. എനിക്കിവിടെ ഒരു ജോലിയുണ്ട്. സത്യത്തിൽ അത് പറഞ്ഞത് വരണമിത്രനായിരുന്നു. അയാളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അമരേന്ദ്രൻ അകത്തേക്ക് പ്രവേശിച്ചു. കയ്യിലുള്ള അമൃതധാര അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചു. അമൃതധാര കയ്യിലെടുത്ത അദ്ദേഹം അതിന്റെ സുഗന്ധം മുകർന്നു. അയാളുടെ മുഖഭാവം മാറി. ഈ പാനീയം നിങ്ങൾ ഉണ്ടാക്കിയതാണോ? അതെ, ഇത് ഞാൻ തയ്യാറാക്കിയതാണ്. അമരന്റെ ശബ്ദത്തിൽ വരുണമിത്രൻ പറഞ്ഞു. ഇതൊരു വളരെ വിശേഷപ്പെട്ട പാനീയം പോലുണ്ട്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയത്? ഇതിൽ അടങ്ങിയിരിക്കുന്ന മൂലികകൾ എന്തൊക്കെയാണ്? വളരെ കൗതുകപൂർവ്വം അയാൾ ചോദിച്ചു. അമരേന്ദ്രൻ ആവേശത്തോടെ അമൃതധാരയെക്കുറിച്ച് പറയാൻ തുടങ്ങി. അമൃതധാര എന്നാണ് ഈ പാനീയത്തിന്റെ പേര്. ഇത് യോദ്ധാക്കളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ്. 24 മണിക്കൂർ മാത്രമേ ഈ മരുന്നിന്റെ ശക്തി നിലനിൽക്കുകയുള്ളൂ. അമരൻ പറയുന്നതെല്ലാം അത്ഭുതത്തോടെ അയാൾ കേട്ടിരുന്നു. അപരാജിതന്റെ നിലവാരത്തിൽ എത്തും വരെ ഔഷധം സേവിക്കാവുന്നതാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അപരാജിതൻ എന്ന പദവി കൈവരിക്കാൻ സഹായകമാവുമോ? വിശ്വസിക്കാനാവാതെ അയാൾ നിന്നു. പാഞ്ചാല നഗരത്തിൽ പരക്കെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. അപരാജിത അവസ്ഥ കൈവരിക്കാൻ ഏതെങ്കിലും ഔഷധം സേവിച്ചാൽ ആ അവസ്ഥ കൈവരിക്കുന്നതിന് മുൻപ് ആ യോദ്ധാവ് മരണപ്പെടും. അപരാജിതാവസ്ഥ കൈവരിക്കാൻ തയ്യാറായിരിക്കുന്ന യോദ്ധാവിന് ശാരീരിക ബലം കുറവായിരിക്കും. ആ സമയം ഊർജദായകമായ ഒരു ഔഷധം സേവിക്കുമ്പോൾ ആ ഔഷധത്തിന്റെ വീര്യം താങ്ങാനാവാതെ യോദ്ധാവിന്റെ ശരീരത്തിൽ നിന്നും ജീവൻ നഷ്ടമാവും എന്നായിരുന്നു ഈ മധ്യവയസ്കനും വിശ്വസിച്ചിരുന്നത്. അമരേന്ദ്രൻ അമൃതധാര ലേലത്തിൽ വെക്കാൻ ആവശ്യപ്പെട്ടിട്ടും അയാൾ അതിന് തയ്യാറായില്ല. അയാളുടെ ഈ പ്രവൃത്തിയിൽ അമരേന്ദ്രന് ദേഷ്യം വന്നെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. മധ്യവയസ്കൻ അമൃതധാര ലേലത്തിന് വെക്കാത്തതിന്റെ കാരണം അയാളുടെ ഉള്ളിലുള്ള നിരവധി സംശയങ്ങളായിരുന്നു. ആ സംശയങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയാലേ അയാൾ ലേലത്തിൽ വെക്കൂ. അത് മനസ്സിലാക്കിയ വരുണമിത്രൻ അമരേന്ദ്രൻ പറയുന്നത് പോലെ മോതിരത്തിൽ നിന്നും സംസാരിച്ചു തുടങ്ങി. എന്റെ ഈ അമൃതധാര ഔഷധം വിശ്വസനീയമായ ഒരു പാനീയമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ പാനീയം സേവിച്ചാൽ യോദ്ധാവിന് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. യുദ്ധത്തിനിടയിൽ പരിക്കേറ്റ് ക്ഷീണിതനാവുന്ന യോദ്ധാവിന്റെ പരിക്കുകൾ വേഗം സുഖം പ്രാപിക്കാനും ഒരു ഉന്മേഷം പ്രദാനം ചെയ്യാനും ഈ ഔഷധം കാരണമായി തീരും. ജീവഭയം കൂടാതെ ഈ ഔഷധം ഏവർക്കും സേവിക്കാവുന്നതാണ്. അമരേന്ദ്രന്റെ വാക്കുകൾ എന്ന വണ്ണം വരുണമിത്രന്റെ വാക്കുകൾ ശ്രവിച്ച അയാൾ പറഞ്ഞു. നിങ്ങൾക്ക് ഒരല്പനേരം കാത്തിരിക്കാമോ? എനിക്കൊരു തീരുമാനത്തിലെത്താൻ സമയം ആവശ്യമാണ്. അയാൾ പറഞ്ഞത് സംശയത്തോടെ കേട്ട അമരേന്ദ്രൻ മറ്റാരും കേൾക്കാതെ വരുണമിത്രനോട് തിരക്കി. ഗുരുദേവ, സത്യത്തിൽ നേരത്തെ തന്നെ ഈ ഔഷധത്തെക്കുറിച്ച് ഇയാൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ടോ?
ഇയാൾ നമുക്കെതിരെ വല്ല ഗൂഢാലോചനയും നടത്താൻ ഇടയുണ്ടോ? ഇത് കേട്ട വരുണമിത്രൻ പതിയെ മറുപടി പറഞ്ഞു. ശാന്തനാകൂ കുമാര, പരിഭ്രമിക്കേണ്ടതില്ല. അയാൾ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എങ്ങനെ ഈ പാനീയത്തെ വിശ്വസിക്കും? എനിക്ക് വിശ്വാസയോഗ്യമാവണമെങ്കിൽ മറ്റൊരാളിൽ പരീക്ഷിക്കേണ്ടതുണ്ട്. അയാൾ അമരനോട് പറഞ്ഞു. അതിനെന്താണ്? നിങ്ങൾ ആരിൽ വേണമെങ്കിലും പരീക്ഷിച്ചുകൊള്ളൂ. അമരേന്ദ്രൻ അനുവാദം നൽകി അടുത്തുള്ള ഒരു ഇരിപ്പിടത്തിൽ പോയിരുന്നു. മധ്യവയസ്കൻ മുറി വിട്ടിറങ്ങി. ഏകനായി അമരേന്ദ്രൻ ആ മുറിയിലിരുന്നു. അല്പനേരത്തിനു ശേഷം അയാൾക്കൊപ്പം മറ്റൊരാൾ കൂടി മുറിയിലേക്ക് വന്നു. അധ്യായം 10. മധ്യവയസ്കനൊപ്പം അകത്തേക്ക് പ്രവേശിച്ച മനുഷ്യനെ അമരേന്ദ്രൻ സസൂക്ഷ്മം നിരീക്ഷിച്ചു. പച്ചവസ്ത്രധാരിയായ അയാളൊരു വൈദ്യരാണെന്ന് അമരന് കണ്ട മാത്രം. സുഹൃത്തെ, ഇദ്ദേഹം ചിരഞ്ജീവ ഗുരു, ഈ പാഞ്ചാല ദേശത്തെ മഹാവൈദ്യനാണ്. ഒരു ബിഷഘുരന് ആവശ്യമായ ജീവകവിദ്യ, അപരാജിത വിദ്യ, ധനജയ വിദ്യ തുടങ്ങിയ വിദ്യകൾ സ്വായത്തമാക്കിയ ഇദ്ദേഹം അവയിലെല്ലാം മികച്ച യോഗവിദ്യയും നേടിയിട്ടുണ്ട്. മധ്യവയസ്കൻ അമരേന്ദ്രന് ചിരഞ്ജീവ ഗുരുവിനെ പരിചയപ്പെടുത്തി. അഹങ്കാരം നിറഞ്ഞ ഒരു ചിരി ചിരഞ്ജീവ ഗുരു അമരേന്ദ്രന് നൽകി. അതിനുശേഷം ഗുരു അമരേന്ദ്രനെ ഒന്നൊഴിഞ്ഞു നോക്കി. ഇതേ സമയം അമരേന്ദ്രനും ഗുരുവിനെ ആപാദചൂഡം നിരീക്ഷിച്ചിരുന്നു. ചിരഞ്ജീവ ഗുരുവിനെ ആദ്യമായി കണ്ടതിലുള്ള അമ്പരപ്പ് അമരേന്ദ്രനിൽ ഉളവായി. കേട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. അദ്ദേഹത്തെ പോലെ മഹാനായ ഒരാൾ അമൃതധാര പരീക്ഷിക്കുന്നതിൽ അമരന് തെല്ലു പരിഭ്രമം ഉണ്ടായിരുന്നു. പാഞ്ചാല ദേശത്തെ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ വളരെയേറെ ബഹുമാനിച്ചിരുന്നു. പലതരത്തിലുള്ള മാന്ത്രിക ഔഷധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിപുണനായിരുന്നു ചിരഞ്ജീവ ഗുരു. അദ്ദേഹം അമൃതധാര സൂക്ഷിച്ച മൺകുടം കയ്യിലെടുത്തു. ആ പാത്രത്തിന്റെ അടപ്പ് തുറന്നു. ഔഷധത്തിന്റെ ഗന്ധം നന്നായി ആസ്വദിച്ച ഗുരു ഗന്ധത്തിൽ നിന്നെന്തോ മനസ്സിലാക്കാൻ ശ്രമിച്ചു. മറ്റൊരു സ്ഫടിക ഭരണിയിലേക്ക് അല്പം അമൃതധാര പകർന്നു. ആ പകർപ്പിലേക്ക് ഗുരുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ പാത്രത്തിൽ നിന്ന് ഒരു നുള്ള് വെളുത്ത പൊടിയിട്ടു. ആ പൊടി അമൃതധാരയിൽ കലർത്തിയതും അമൃതധാരയുടെ നിറം കടും പച്ച നിറമായി മാറി. ഈ കാഴ്ച കണ്ട അമരേന്ദ്രൻ ആശയക്കുഴപ്പത്തിലായി. ശേഷം അല്പാൽപമായി ചിരഞ്ജീവ ഗുരു നുകർന്നു. ആദ്യം അമൃതധാര രുചിച്ച ശേഷം അദ്ദേഹത്തിന്റെ മുഖമൊന്നു മങ്ങി. എന്നാൽ പിന്നീടുള്ള തുള്ളികൾ രുചിച്ച ശേഷം അദ്ദേഹത്തിന്റെ മുഖഭാവം മാറി. അത്ഭുതത്തോടെ കണ്ണുകൾ വിടർന്നു. ഉടനെ ചിരഞ്ജീവ ഗുരു അമരേന്ദ്രന് അരികിലേക്ക് വന്നു. നിങ്ങൾ ആരാണ്? പറയണം. നിങ്ങൾ തന്നെയാണോ ഈ ഔഷധം നിർമ്മിച്ചത്? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? സംശയത്തോടെ അമരേന്ദ്രനെ അടിമുടി നോക്കിക്കൊണ്ട് ചിരഞ്ജീവ ഗുരു പരുഷമായി ചോദിച്ചു. അമരേന്ദ്രനും ഗുരുവുമായി നടക്കുന്ന സംഭാഷണം കറുത്ത വസ്ത്രധാരിയായ സ്ത്രീ മറഞ്ഞിരുന്നു ശ്രവിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ ചിരഞ്ജീവ ഗുരുവിന്റെ ചോദ്യത്തിന് എന്തു മറുപടി നൽകണമെന്നറിയാതെ അമരേന്ദ്രൻ ഉത്തരം മുട്ടി നിന്നു. അമരേന്ദ്രന്റെ നെറ്റിയിൽ വീർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അമൃതധാര നിർമ്മിച്ചത് ഞാൻ തന്നെയാണ്. അമരന്റെ അവസ്ഥ മനസ്സിലാക്കിയ വരുണമിത്രൻ അമരേന്ദ്രൻ എന്നതുപോലെ അവന്റെ മോതിരത്തിൽ നിന്നും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഏറെ വിശേഷപ്പെട്ട അത്ഭുത ഔഷധമാണിത്. അവനെക്കുറിച്ചുള്ള സംശയം മാറിയ ചിരഞ്ജീവ ഗുരു ആശ്ചര്യത്തോടെ മധ്യവയസ്കനോട് പറഞ്ഞു. മധ്യവയസ്കൻ തന്റെ സംശയങ്ങളൊക്കെ മാറിയതിൽ ആഹ്ലാദിച്ചു. അമൃതധാര ലേലത്തിൽ വെക്കാൻ അങ്ങ് തയ്യാറാണോ? അയാൾ ചോദിച്ചു. അമൃതധാര ലേലത്തിൽ വെക്കുവാൻ വേണ്ടിയാണ് ചക്രനന്ദയിലേക്ക് ഞാൻ വന്നത്. ദയവായി അതിനാവശ്യമായ ഒരുക്കങ്ങൾ താങ്കൾ ചെയ്തു തരണം. അമരേന്ദ്രന്റെ വാക്കുകൾ ശ്രവിച്ച ലേലമുഖ്യൻ ഒരു കറുത്ത കടലാസ് എടുത്ത് അവന് നൽകി. ആ കടലാസ് ലേലമുറിയിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന കടലാസായിരുന്നു. ഈ കടലാസുമായി ലേലം നടക്കുന്നിടത്തേക്ക് പോകൂ. അവിടെ എത്തിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാകും. അമൃതധാര ലേലം ചെയ്യുന്നതിലൂടെ അങ്ങേക്ക് ധാരാളം പണം സമ്പാദിക്കാം.
ലേലമുഖ്യൻ അമരനോട് പറഞ്ഞു. അമരേന്ദ്രൻ ലേല അറ ലക്ഷ്യമാക്കി നടന്നു. മഹാവൈദ്യ, അങ്ങേക്ക് അദ്ദേഹത്തെ ഒരു വൈദ്യനായി തോന്നുന്നില്ല? അതേസമയം ലേലമുഖ്യൻ ചിരഞ്ജീവ ഗുരുവിനോട് ചോദിച്ചു. അദ്ദേഹം ഒരു മഹാനായ വൈദ്യൻ തന്നെയാണ്, അതിൽ എനിക്ക് അശേഷം സംശയമില്ല. അത്രയ്ക്ക് വിശേഷപ്പെട്ട പാനീയമാണ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ ഔഷധം നിർമ്മിച്ചതെന്ന് ആ ശബ്ദത്തിൽ നിറഞ്ഞ ആത്മവിശ്വാസത്തിൽ നിന്ന് വ്യക്തമാണ്. കുറച്ചുനേരം ചിന്താമഗ്നായ ശേഷം ഗുരു പറഞ്ഞു, പക്ഷേ അദ്ദേഹം എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ പാഞ്ചാല ദേശത്ത് ഇങ്ങനൊരു വൈദ്യനുള്ളതായി കേട്ട് കേൾവി പോലുമില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിൽ എല്ലാം തന്നെ ഒരു വ്യത്യസ്തത തോന്നുന്നുണ്ട്. അസാധാരണമായ കഴിവുകൾ നിറഞ്ഞ വ്യക്തിത്വമാണ്. അങ്ങേക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാവൽക്കാരെ വിട്ട് അന്വേഷിക്കാം. ഗുരുവിന്റെ സംശയം കണ്ട ലേലമുഖ്യൻ പറഞ്ഞു. ഏയ്, അതിന്റെ ആവശ്യമില്ല. എല്ലാ ഭിഷഗ്വരന്മാരും പെരുമാറ്റത്തിൽ കുറച്ച് വിചിത്രമായിരിക്കും. കൂടുതലായി നമ്മൾ അന്വേഷിക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കിയാൽ കൂടുതൽ ജാഗരൂകനാവും. അതിനാൽ അബദ്ധവശാൽ പോലും അത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കരുത്. ലേലമുഖ്യന്റെ അടുത്തേക്ക് വന്ന് ശബ്ദം താഴ്ത്തി ഗുരു പറഞ്ഞു, താങ്കൾ ലേലത്തിന് ആവശ്യമായ സഹായങ്ങൾ അയാൾക്ക് ചെയ്തു കൊടുക്കണം. ഇവിടത്തെ ലേലം കൊണ്ട് അയാൾക്ക് പ്രയോജനം ഉണ്ടാവണം. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ. അത് കേട്ട ലേലമുഖ്യൻ, താങ്കൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് വ്യക്തമാണ്. വേണ്ട രീതിയിൽ ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാം. നിരീക്ഷണ മുറി വിട്ട് ലേലമുഖ്യൻ പോകുന്നതിന് മുൻപേ ഒന്നുകൂടെ ചിരഞ്ജീവ ഗുരു പറഞ്ഞു, ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെച്ചോളൂ. അയാൾ ഇവിടെ നിന്നും തിരിച്ചു പോകുമ്പോൾ നമുക്ക് അയാൾ നല്ല സുഹൃത്തായി മാറിയില്ലെങ്കിലും ശത്രുവായി മാറരുത്. അങ്ങനെ സംഭവിച്ചു അതിന്റെ അനന്തരഫലമായി നാം എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല. അതിനാൽ അവനെ വളരെയധികം സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഇതേ സമയം അമരേന്ദ്രൻ മുഖംമൂടി ധരിച്ചുകൊണ്ട് ലേല അറയിലേക്ക് പ്രവേശിച്ചു. മങ്ങിയ വെളിച്ചം നിറഞ്ഞ ആ അറ വളരെ വിചിത്രമായി തോന്നി. ലേല അറയുടെ മധ്യത്തിൽ ചുവന്ന വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അവളുടെ തലയ്ക്ക് മുകളിൽ നിന്നും വൃത്താകൃതിയിലുള്ള വെളിച്ചം അവളുടെ ശരീരത്തിലേക്ക് പതിച്ചു. ആ ദീപപ്രഭയിൽ അവൾ കൂടുതൽ സുന്ദരിയായി കാണപ്പെട്ടു. അതിസുന്ദരിയായ അവളുടെ ശബ്ദവും അതിസുന്ദരമായിരുന്നു. അവളുടെ മയക്കുന്ന ശബ്ദത്തിൽ ലേല വസ്തുക്കളെ പ്രകീർത്തിച്ചു വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും പെട്ടെന്ന് ലേലം വിളിച്ച് ആളുകൾ എടുക്കാൻ തുടങ്ങി. അവളുടെ ശബ്ദമാസ്മരികതയിൽ ഒരു നിസ്സാര സാധനം പോലും വലിയ വിലയിൽ ലേലം ചെയ്തു പോയി. അവളുടെ പ്രവൃത്തി അമരൻ കുറച്ചുനേരം നോക്കി നിന്നു. അമരൻ ആ വലിയ ലേല അറ നന്നായി നിരീക്ഷിച്ചു. ശേഷം ഇരിപ്പിടം കണ്ടെത്തി അവിടെ ഉപവിഷ്ടനായി. ലേലത്തിൽ പങ്കെടുക്കാൻ എത്തിയ പകുതിയിലധികം പേരുടെയും ശ്രദ്ധ ലേലം വിളിക്കുന്ന പെൺകുട്ടിയിലായിരുന്നു. അതിൽ ആരെയും തെറ്റു പറയാൻ പറ്റില്ല. അത്രയ്ക്ക് അപ്സര സൗന്ദര്യമായിരുന്നു അവളുടേത്. ദേവാംഗന, അതായിരുന്നു ലേലം വിളിച്ച പെൺകുട്ടിയുടെ പേര്. പാഞ്ചാല ദേശത്താകെ ദേവാംഗനയുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വാർത്ത പടർന്നിരുന്നു. അവളുടെ ഗോതമ്പിന്റെ നിറവും മെലിഞ്ഞ ശരീരവും കാന്തിക ശക്തിയുള്ള ആരെയും എളുപ്പത്തിൽ ആകർഷിക്കാൻ കഴിയുന്ന മിഴികളും അവളെ എല്ലാവർക്കും പ്രിയമുള്ളതാക്കി. ചമയങ്ങളില്ലാതെ ലളിതമായ വസ്ത്രം മാത്രമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. അവളുടെ ലാളിത്യം അവളുടെ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടി. ദേവാംഗനയുടെ സൗന്ദര്യം അമരേന്ദ്രനെയും ആകർഷിച്ചു. അയാൾ ലേല അറയിലെ ഓരോരുത്തരെയായി നിരീക്ഷിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ ഒരാളിൽ ഉടക്കി. ലേല അറയ്ക്കുള്ളിൽ അല്പം മാറിയിരിക്കുന്ന ആ വ്യക്തി അത് മറ്റാരുമായിരുന്നില്ല, പാഞ്ചാല രാജൻ അരുണേന്ദ്ര മഹാരാജാവായിരുന്നു. പെട്ടെന്ന് അമരേന്ദ്രന് തോന്നി ദേവാംഗനെയാണ് പിതാവ് നോക്കുന്നതെന്ന്. എന്നാൽ തനിക്ക് പറ്റിയ അബദ്ധം പെട്ടെന്ന് തന്നെ അമരൻ മനസ്സിലാക്കി. അദ്ദേഹം ലേല സാധനങ്ങൾക്കിടയിൽ എന്തോ തിരയുകയായിരുന്നു. പിതാവ് എന്ത് വാങ്ങാനായിരിക്കും ഈ ചക്രനന്ദ ലേലശാലയിൽ എത്തിയത്? അദ്ദേഹം ലേലശാല സന്ദർശിക്കാനുള്ള വിവരം അമരേന്ദ്രന് അറിവില്ലായിരുന്നു. എന്നാൽ ദൂരെ മാറി മറ്റൊരാൾ അമരേന്ദ്രനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, വാസുകിയായിരുന്നു. മറ്റു പല പ്രമുഖരെയും
ലേല അറയിൽ അമരേന്ദ്രൻ കണ്ടു. കടകരാജവംശത്തിന്റെയും ശംഭുക രാജവംശത്തിന്റെയും തലവന്മാരും അവിടെ ആസനസ്ഥനായിരുന്നു. ലേല അറയ്ക്കുള്ളിൽ പെട്ടെന്ന് ആരുടെയും കണ്ണെത്താത്ത ഒരിടത്ത് അമരേന്ദ്രനെ വീക്ഷിച്ച് വാസുകി നിൽപ്പുണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് അമരേന്ദ്രന്റെ ശ്രദ്ധ തിരിയുമ്പോൾ അവൾ അവിടെ നിന്ന് മാറി. ഇത്രയും പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം ഇവിടെ സന്നിഹിതരായ സ്ഥിതിക്ക് എന്താവും ഇവിടെ ഇന്ന് ലേലം ചെയ്യുന്ന ആ മഹാവസ്തു? അമരേന്ദ്രൻ ചിന്തയിലാണ്ടു. ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. ഒരു വേള വീണ്ടും അമരേന്ദ്രന്റെ ശ്രദ്ധ ദേവാംഗനയിൽ കേന്ദ്രീകരിച്ചു. ഇത്തവണ അവളെ നോക്കി അവൻ ചിന്തിച്ചു. ഈ പെൺകുട്ടിയുടെ അഴകും ശബ്ദവും ആരെയും ആകർഷിക്കും. ഏവരെയും തന്റെ പ്രഭാവലയത്തിൽ അകപ്പെടുത്താൻ പ്രാപ്തിയുള്ളവൾ. മകുടിയൂതുമ്പോൾ സർപ്പങ്ങൾ മകുടിക്കരികിലേക്ക് വരുന്നതുപോലെ അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ചുറ്റും നിരവധി പേർ നിരന്നു നിന്നു. അമരന്റെ മനസ്സും അവളിൽ ആകൃഷ്ടനായി. അവൻ കണ്ണടയ്ക്കാതെ അവളെ നോക്കി നിന്നു. ലേലം വിളിക്കാൻ എത്തിയവർ വന്ന കാര്യം മറന്ന് അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി നിന്നു. തന്റെ സാധനങ്ങൾ ലേലത്തിൽ വിൽക്കാനുള്ള ഒരു മാർഗമായി വന്ന കാര്യം മറന്ന് അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി നിന്നു. തന്റെ സാധനങ്ങൾ ലേലത്തിൽ വിൽക്കാനുള്ള ഒരു മാർഗമായി അവൾ അവളുടെ സൗന്ദര്യത്തെ ഉപയോഗിച്ചു. പെട്ടെന്ന് ദേവാംഗന ഇരു കൈകളും തട്ടി ശബ്ദമുണ്ടാക്കി. ആളുകളുടെ ശ്രദ്ധ ക്ഷണിച്ചു. ആ സമയം അവൾക്ക് മേൽ വന്നു പതിച്ച ആ വെളിച്ചം ചുവന്ന തുണി കൊണ്ട് മൂടിയ വസ്തുവിൽ പതിച്ചു. എന്താണ് മൂടി വച്ചിരിക്കുന്നതെന്ന് ഏവരും കൗതുകത്തോടെ നോക്കി. അടുത്ത നിമിഷം ദേവാംഗനയുടെ തേൻമൊഴി ലേല അറയിൽ ആകെ മുഴങ്ങി. മാന്യമഹാജനങ്ങളെ, ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ. ഇതാ നിങ്ങൾക്കായി ഒരു അത്ഭുത വസ്തു, മറ്റൊരു രാജ്യത്തിനും സ്വന്തമല്ലാത്തത്. ഇവിടെ സന്നിഹിതരായ മാന്യ വ്യക്തികൾ എല്ലാം കണ്ണു തുറന്ന് കാണുക. ഈ വസ്തു ദർശിക്കുന്നത് പുണ്യം. അപ്പോൾ ഈ വസ്തു സ്വന്തമാക്കുന്നവൻ എത്ര ഭാഗ്യശാലിയായിരിക്കും എന്നവൾ അവളുടെ ഹൃദ്യമായ ശബ്ദത്തിൽ പറഞ്ഞു. ആ സമയം മറ്റൊരു സുന്ദരി ആ മേശക്കരികിൽ വന്ന് ആ ചുവന്ന പട്ട് നീക്കി. പട്ടുതുണിയുടെ ആവരണം നീങ്ങിയതും ഏവർക്ക് മുമ്പിലും ആ മഹത്തായ വസ്തു അനാവൃതമായി. അവിടെ മറഞ്ഞിരുന്ന വിശുദ്ധ വസ്തു മറ്റൊന്നുമായിരുന്നില്ല, അമൃതധാര നിറച്ച ആ പച്ച സ്ഫടിക പാത്രമായിരുന്നു. അത് കണ്ട അമരേന്ദ്രൻ അമ്പരന്നു. ദേവാംഗനയുടെ മധുമൊഴി തന്റെ അമൃതധാരയെ കുറിച്ചായിരുന്നു എന്നത് ആ സമയത്ത് മാത്രമാണ് അമരേന്ദ്രന് മനസ്സിലായത്. മറ്റു വസ്തുക്കൾ ലേലത്തിൽ വെക്കും പോലെ സാധാരണ ഒരു ലേലമായിരിക്കും അമൃതധാരയും എന്നാണ് അമരൻ ചിന്തിച്ചിരുന്നത്. എന്നാൽ ഇത്രയും വിശിഷ്ട പദവിയോടുകൂടെ തന്റെ ദിവ്യൌഷധം ലേലം ചെയ്യുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ദേവാംഗന ആ ചില്ലുപാത്രം തന്റെ അഴകാർന്ന കരങ്ങളിൽ വഹിച്ചു ഏവർക്കു നേരെയും പ്രദർശിപ്പിക്കാൻ ആരംഭിച്ചു. ജനങ്ങളുടെ ശ്രദ്ധ തന്റെ കയ്യിലെ സ്ഫടികപാത്രത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ദേവാംഗന അവളുടെ മധുരസ്വരത്തിൽ മൊഴിഞ്ഞു. ഇതാ എന്റെ കയ്യിലിരിക്കുന്ന ഈ പാനീയമാണ് അമൃതധാര. ഇതൊരു അത്ഭുത പാനീയമാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ വെറും പച്ച നിറത്തിലുള്ള ദ്രാവകമായി തോന്നും. ഈ ദ്രാവകത്തിന്റെ സവിശേഷതകൾ അറിഞ്ഞാൽ നിങ്ങൾ പരസ്പരം അമൃതധാര സ്വന്തമാക്കാൻ മത്സരിക്കും. ഈ പാനീയത്തിന്റെ പ്രധാന സവിശേഷത, അപരാജിത സ്ഥാനം നേടാൻ ആഗ്രഹിക്കുന്നവർ ഈ പാനീയം ഒന്ന് സേവിച്ചാൽ മതി, യോദ്ധാക്കൾ അതിശക്തരാകും. ഇവിടെ എത്തിച്ചേർന്നവരിൽ ആർക്കെങ്കിലും അപരാജിത പദവി കൈവരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ അമൃതധാര സ്വന്തമാക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത്. ദേവാംഗനയുടെ മാസ്മരിക ശബ്ദത്തിൽ അമൃതധാരയെ കുറിച്ചറിഞ്ഞ് ഏവരും അത് സ്വന്തമാക്കുന്നതിനെ പറ്റി ആലോചിച്ചു. എന്നാൽ ചിലർക്ക് അമൃതധാരയെ കുറിച്ച് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. വാസുകി അവളുടെ സംശയങ്ങൾ ചോദിച്ചു. സത്യത്തിൽ നക്ഷത്രശക്തി കൈവരിക്കുന്നതിന് സഹായിക്കുമോ? വിശ്വസനീയമായ ഒരു ദ്രാവകമാണോ ഇത്? ദേവാംഗന മുഖം മറച്ചിരിക്കുന്ന വാസുകിയോട് മറുപടി പറഞ്ഞു. അതെ, അത്തരം അത്ഭുതങ്ങൾ ചെയ്യാനും സ്വന്തമാക്കാനുമുള്ള ശക്തി അമൃതധാര നൽകും. നക്ഷത്രശക്തി വർദ്ധിപ്പിക്കാൻ അമൃതധാര സഹായിക്കും. ഇത് സേവിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നും ആലോചിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല സഹോദര. അത്രമേൽ വിശ്വസനീയമായ പാനീയമാണിത്. ചിരഞ്ജീവ ഗുരു പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണ് ഈ സവിശേഷ പാനീയം. ചിരഞ്ജീവ ഗുരു എന്ന പേര് കേട്ടതും ഏവരും നിശബ്ദരായി. അമൃതധാര സേവിച്ച് ഇതിൽ മായമില്ലെന്ന് ഉറപ്പുവരുത്തി
ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ചിരഞ്ജീവ ഗുരു തീർച്ചപ്പെടുത്തിയ ശേഷമാണ് ഈ അത്ഭുത പാനീയം ലേലത്തിനെത്തിച്ചത്. ദേവാംഗന പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ട് വാസുകി ദേഷ്യം കടിച്ചു പിടിച്ചിരുന്നു. 3 രാജ്യങ്ങളിലെയും രാജാക്കന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഇവരെയെല്ലാം മറികടന്ന് വാസുകി അമൃതധാര എങ്ങനെ സ്വന്തമാക്കും എന്നോർത്തു. ചിരഞ്ജീവ ഗുരു അംഗീകരിച്ച ഈ അമൃതധാര 3 രാജ്യങ്ങളിൽ നിന്നെത്തിയ രാജാക്കന്മാർ പോലും സംശയിക്കില്ല. അത്തരത്തിൽ മികച്ച ഒരു വരവേൽപ്പ് അമൃതധാരയ്ക്ക് കിട്ടിയതിൽ അമരേന്ദ്രൻ അഭിമാനം കൊണ്ടു. അമൃതധാര സ്വന്തമാക്കുന്നതിനായി ലേലശാലയിൽ ഒരു യുദ്ധം തന്നെ നടക്കുമെന്ന് അവന് തോന്നി. അമരൻ പിതാവിനെ നോക്കി, ഇനി ഒരു വേള പിതാവ് അമൃതധാര ആഗ്രഹിക്കുമോ? അവൻ ചിന്തിച്ചു. ആ മുഖം കണ്ടിട്ട് അദ്ദേഹവും ആഗ്രഹിക്കുന്ന പോലുണ്ട്. ദേവാംഗന ചിരഞ്ജീവ ഗുരു എന്ന ഒരൊറ്റ നാമത്തിൽ എല്ലാവരുടെയും സംശയം ദൂരീകരിച്ചു. പിന്നീട് ലേല അറയിൽ നിശബ്ദത പടർന്നു. 850 സ്വർണ്ണ നാണയങ്ങൾ! ആരുടെയോ ശബ്ദം ലേലശാലയിൽ പ്രതിധ്വനിച്ചു. 960 സ്വർണ്ണ നാണയങ്ങൾ! മറ്റൊരാൾ പ്രതിവചിച്ചു. അങ്ങനെ ലേലത്തുക ഘട്ടം ഘട്ടമായി കൂടിക്കൊണ്ടിരുന്നു. 13,000 സ്വർണ്ണ നാണയങ്ങളിലെത്തി ലേലത്തുക നിന്നു. തന്റെ പ്രതീക്ഷകൾക്കപ്പുറം ലേലത്തുക ഉയരുന്നത് കണ്ട് വാസുകി അത്ഭുതത്തോടെ നോക്കി നിന്നു. അരുണേന്ദ്രന് അമൃതധാര വാങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ, ലേലം വിളി കേട്ടപ്പോൾ, തന്റെ ശത്രുക്കളെയെല്ലാം അവിടെ കണ്ടുമുട്ടിയപ്പോൾ പ്രതികാര ബുദ്ധി ഉണർന്ന അയാൾ ലേലത്തുക കൂട്ടി വിളിച്ചു. ലേലത്തുക 10,000 വർദ്ധിച്ചുകൊണ്ടിരുന്നു. ശബുക രാജവംശത്തിലെ രാജാവ് 80,000 സ്വർണ്ണ നാണയങ്ങൾ ലേലം പറഞ്ഞു. താരക രാജവംശവും ശബക രാജവംശവും കടക രാജവംശവും ലേലശാലയിൽ ഏറ്റുമുട്ടി. അവിടെ ശബക രാജവംശത്തിലെ രാജാവ് ലേലത്തുക കൂട്ടി വിളിച്ചപ്പോൾ അതിൽ വാശി പൂണ്ട കടക രാജവംശത്തിലെ രാജാവ് അംഗസിലൻ വീണ്ടും വാശിയോടെ ലേലം വിളി തുടർന്നു. അധ്യായം 11. ലേലത്തുക കൂട്ടി വിളിച്ച കടകരാജാവ് തനിക്ക് അമൃതധാര ലഭിക്കുമെന്ന് ഉറപ്പിച്ചു. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട്, ഞാൻ ഈ അമൃതധാരയ്ക്ക് 95,000 സ്വർണ്ണ നാണയങ്ങൾ വിലയിടുന്നു. ലേല അറയിൽ ഘനഗംഭീരമായ മറ്റൊരു ശബ്ദം മുഴങ്ങി. പുതുതായി ലേലം വിളിച്ച ആളുടെ മുഖം കാണാൻ അവരേവരും തിരിഞ്ഞു നോക്കി. ആകാംക്ഷാപൂർവം തിരിഞ്ഞു നോക്കിയ അവർ ആ ശബ്ദത്തിനുടമയെ കണ്ടെത്തി. ആ ശബ്ദം മറ്റാരുടെയുമായിരുന്നില്ല. താരകേയ രാജവംശ അധിപൻ അരുണേന്ദ്രന്റേതായിരുന്നു. അരുണേന്ദ്രൻ വിളിച്ച ലേലത്തുക കടക രാജവംശത്തിലെയും ശംഭുക രാജവംശത്തിലെയും രാജാക്കന്മാരുടെ ലേലത്തുകയെ നിഷ്ഫലമാക്കി. അരുണേന്ദ്രൻ വിളിച്ച തുക കേട്ട് ദേവാംഗന മന്ദസ്മിതം തൂകി. ആകെ തിരക്കേറിയ അന്തരീക്ഷമായിട്ടുകൂടി ദേവാംഗനയുടെ പുഞ്ചിരി കണ്ട് പുരുഷകേസരികൾ പുളകം കൊണ്ടു. അരുണേന്ദ്രൻ ലേലത്തുക കൂട്ടി വിളിച്ചപ്പോൾ അങ്കക്കലി പൂണ്ട അങ്കിശിലൻ തനിക്ക് അമൃതധാര നഷ്ടപ്പെടുമോ എന്നോർത്ത് ആകെ വിഷമത്തിലായി. അയാൾക്ക് അമൃതധാര നഷ്ടപ്പെടുത്തുവാൻ താല്പര്യം അശേഷമില്ലായിരുന്നു. ഓർത്ത് ആകെ വിഷമത്തിലായി. അയാൾക്ക് അമൃതധാര നഷ്ടപ്പെടുത്തുവാൻ താല്പര്യം അശേഷമില്ലായിരുന്നു. 1,00,000 സ്വർണ്ണ നാണയങ്ങൾ! കടകരാജാധിപൻ അങ്കിശിലൻ ലേലം പറഞ്ഞു. ഈ ലേലത്തുക കേട്ട് ലേലമുഖ്യൻ പോലും ഞെട്ടി. കേട്ട് ഞെട്ടിയ ഏവരും താരക രാജവംശാധിപൻ അരുണേന്ദ്രനെ നോക്കി. അവർക്ക് അങ്കശിലൻ വിളിച്ച തുകയിൽ അധികമായി അദ്ദേഹം എത്ര തുക കൂട്ടി വിളിക്കുമെന്ന് കൗതുകമുണ്ടായിരുന്നു. അതിലേറെ ഹൃദയമിടിപ്പോടെ അമരേന്ദ്രൻ പിതാവ് അമൃതധാര സ്വന്തമാക്കുമോ എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു. വലിയൊരു തുക മുടക്കി പിതാവ് അമൃതധാര വാങ്ങുന്നതിൽ താല്പര്യമില്ലായിരുന്നു. അരുണേന്ദ്രൻ അങ്കശിലനെ നോക്കി ചിരിച്ചു. അരുണേന്ദ്രൻ ലേലത്തുക കൂട്ടി വിളിച്ച് അങ്കശിലനെ പ്രകോപിതനാക്കി. തത്ഫലമായി ലേലത്തുക 1,00,000 സ്വർണ്ണ നാണയങ്ങളിൽ എത്തി നിന്നു. ലേലത്തുക കൂട്ടി വിളിച്ച അങ്കശിലനെ നോക്കി പരിഹസിച്ചിട്ടിരിക്കുന്ന അരുണേന്ദ്രനെ കണ്ടപ്പോൾ ഏവർക്കും ഒരു കാര്യം മനസ്സിലായി. ലേലം പിടിക്കുക എന്നതല്ല അരുണേന്ദ്രന്റെ ലക്ഷ്യം, ലേലത്തുക വർദ്ധിപ്പിക്കുക എന്നതാണ്. കടകവംശാധിപന് എന്റെ അഭിനന്ദനങ്ങൾ. ഇപ്പോൾ നിങ്ങൾ അമൃതധാര എന്ന അത്ഭുത പാനീയം സ്വന്തമാക്കിയിരിക്കുന്നു.
ഉറക്കെ ചിരിച്ചുകൊണ്ട് അരുണേന്ദ്രൻ പറഞ്ഞു. അരുണേന്ദ്രന്റെ അഭിനന്ദനം കേട്ട അംഗശീലൻ അഭിമാനം കൊള്ളുന്നതിന് പകരം കോപാകുലനായി. കാരണം ലേലത്തുക വർദ്ധിപ്പിച്ചത് തന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്ന് അംഗശീലന് വ്യക്തമായി. എങ്കിലും തനിക്ക് പറ്റിയ അബദ്ധം പുറത്തു കാണിക്കാതെ മുഖം ഗൗരവഭാവം അലങ്കരിച്ചു. അരുണേന്ദ്ര, നിങ്ങളുടെ ഈ തന്ത്രം ഞാൻ ഒരിക്കലും വിസ്മരിക്കുകയില്ല, അംഗശീലൻ അരുണേന്ദ്രനോട് പറഞ്ഞു. അയാൾക്ക് തന്റെ ദേഷ്യം എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അതേ ദേഷ്യത്തോടെ അയാൾ ദേവാംഗനയോട് ചോദിച്ചു, നിന്റെ ജോലി കഴിഞ്ഞില്ലേ? ഇനി എന്റെ ലേലം മുതൽ എന്നെ ഏൽപ്പിക്കുവോ? അംഗശീലൻ ഇങ്ങനെ പറഞ്ഞിട്ടും ദേവാംഗനയിൽ പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല. അവൾ ചിരിച്ചുകൊണ്ട് ഒന്ന് മൂളി. തുടർന്ന് അവൾ സാവധാനത്തിൽ ഒരു ചുറ്റികയെടുത്ത് മേശയിൽ 3 തവണ തട്ടി ലേലമുറപ്പിച്ചു പറഞ്ഞു. അവിടെ ഇരുന്ന ജനങ്ങൾ കൈകൊട്ടി ആരവം മുഴക്കി. ലേലത്തിൽ വർദ്ധിച്ച തുക ഉയർത്തി അംഗശീലനെ കൊണ്ട് ലേലമെടുപ്പിച്ചതിൽ സംതൃപ്തനായിരുന്നു താരകവംശാധിപൻ. അവിടെ തനിക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കിയ വാസുകി നിരാശയോടെ അമരേന്ദ്രൻ അറിയാതെ അവനെ കോപത്തോടെ നോക്കിക്കൊണ്ട് ലേലശാല വിട്ടു. ലേലം അവസാനിപ്പിച്ചതും അമരേന്ദ്രൻ ലേല അറ വിട്ട് ലേലമുഖ്യന്റെ മുറിയിലെത്തി. തനിക്ക് ലഭിക്കേണ്ട പണത്തിനായി കാത്തിരുന്നു. ആ സമയം താനിരിക്കുന്ന അറയിലേക്ക് ആരോ പതിയെ വരുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ ഇരിപ്പിടത്തിൽ നിന്നും തിരിഞ്ഞു നോക്കി. പുറകിൽ ഒരു നിഴൽ മാത്രമേ അവന് കാണാൻ സാധിച്ചുള്ളൂ. പെട്ടെന്ന് തനിക്ക് പുറകിൽ നിന്നും ഒരു മധുര ശബ്ദം കേട്ടു. നിങ്ങളാണോ ആ അമൃതധാര പാനീയത്തിന്റെ ഉടമസ്ഥൻ? ഞാൻ ആദ്യമായിട്ടാണ് അത്ഭുത പാനീയം നിർമ്മിക്കാൻ അറിയുന്ന ഒരാളെ കാണുന്നത്. ശബ്ദത്തിനുടമയെ കാണാനായി അമരൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ കണ്ടത് ദേവാംഗനയായിരുന്നു. മാൻപേടയുടെ കണ്ണുകൾ, പനിനീരുതൽ പോലുള്ള ഇളം ചുവപ്പാർന്ന ചുണ്ടുകൾ, അതിലേറെ അവളുടെ മധുര ശബ്ദം, അത് കുയിലിനെയും വെല്ലുന്നത്. അമരേന്ദ്രൻ അരികിലായി നിന്നു. ദേവാംഗനയെ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി. ആ സമയം മോതിരത്തിൽ നിന്നും വരുണമിത്രൻ പതിയെ സംസാരിച്ചു തുടങ്ങി. അമരേന്ദ്ര, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? എന്നാൽ ഗുരുദേവൻ പറയുന്നത് പോലും അമരേന്ദ്രൻ കേട്ടില്ല. അവൻ ആ സൗന്ദര്യധാമത്തിൽ മയങ്ങി നിന്നു. പിന്നീട് വരുണമിത്രൻ അമരേന്ദ്ര, കുമാര എന്ന് ഉറക്കെ വിളിച്ചപ്പോൾ മാത്രമാണ് അമരേന്ദ്രന് സ്ഥലകാലബോധം തിരികെ ലഭിച്ചത്. പെട്ടെന്ന് അമരേന്ദ്രൻ ഗുരു പറയുന്നത് ശ്രദ്ധിച്ചു. അമരേന്ദ്ര, നമ്മൾ ഇവിടെ വന്നത് മറ്റൊരു കാര്യത്തിനാണ്. വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. അവളെ നോക്കുന്നത് നിർത്തി വന്ന കാര്യവുമായി ബന്ധപ്പെട്ട് മാത്രം സംസാരിക്കുക. വരുണമിത്രൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയ അമരൻ ശാന്തനായി അവളോട് പറഞ്ഞു, ഞാൻ തന്നെയാണ് അമൃതധാരാപാനീയം നിർമ്മിച്ചത്. ഈ സമയം അമരേന്ദ്രനും ദേവാംഗനയും നേർക്കുനേർ നോക്കി. സത്യത്തിൽ ഇങ്ങനെ ഒരു അത്ഭുത പാനീയം തയ്യാറാക്കിയ നിങ്ങളെ ഈ പാഞ്ചാലദേശമൊട്ടാകെ ആദരിക്കേണ്ടതാണ്. വശ്യമായ സ്വരത്തിൽ അവൾ അമരേന്ദ്രനോട് പറഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനാണ് ഔഷധം നിർമ്മിച്ചതെങ്കിലും നിങ്ങൾ കാരണമാണ് ഇത്രയധികം വിലയ്ക്ക് അത് വിറ്റുപോകാൻ കാരണം. അതിനാൽ തന്നെ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാരണമാണ് ഇത്രയധികം വിലയ്ക്ക് അത് വിറ്റുപോകാൻ കാരണം. അതിനാൽ തന്നെ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇപ്പോൾ ഇനി നമുക്ക് അമൃതധാര ലഭിച്ച പണത്തെക്കുറിച്ച് സംസാരിക്കാം. അമരൻ പറഞ്ഞ മറുപടിയിൽ അത്ഭുതപ്പെട്ട് ദേവാംഗന നിന്നു. അവളോട് ആര് സംസാരിച്ചാലും അവളുടെ അഴകിൽ മയങ്ങി പോകാറാണ് പതിവ്. എന്നാൽ ഇവിടെ ഒരാൾ തന്റെ മുഖത്ത് പോലും നോക്കാതെ സംസാരിക്കുന്നു. തന്റെ അഴകിൽ യാതൊരു വിധത്തിലും ശ്രദ്ധിക്കാതെ പെരുമാറുന്ന അമരേന്ദ്രൻ അവൾക്കൊരു ആശ്ചര്യം തന്നെയായിരുന്നു. അവൾക്ക് അമരനോട് വളരെയേറെ ബഹുമാനം തോന്നി. പണത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ആശങ്കയും വേണ്ട. കുറച്ചു സമയം കൂടെ ക്ഷമയോടെ അങ്ങിവിടെ കാത്തിരിക്കണം. ലേലസംബന്ധമായ ചില നീക്കുപോക്കുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ശരിയായ ശേഷം അങ്ങയുടെ കയ്യിൽ പെട്ടെന്ന് തന്നെ ലേലത്തുക വന്നു ചേരും. അവൾ പറഞ്ഞത് കേട്ട് അമരൻ ശരിയെന്ന അർത്ഥത്തിൽ തലകുലുക്കി. ഇത്ര നേരം തന്നോട് സംസാരിച്ചിട്ടും അയാൾ ഒരു
പോലും മുഖം മൂടി മാറ്റാതിരുന്നതിൽ ദേവാംഗനയ്ക്ക് സംശയം തോന്നി. ആരാണ് ഇദ്ദേഹം? എവിടെ നിന്നാണ് ഇയാൾ വരുന്നത്? എന്തുകൊണ്ടാണ് ഇയാൾ മുഖം മറച്ചിരിക്കുന്നത് എന്നീ പല സംശയങ്ങളും അവളുടെ മനസ്സിൽ നിറഞ്ഞു. അവൾ അയാളെ അടിമുടി ശ്രദ്ധിച്ചു. അവളുടെ കണ്ണുകൾ സൂക്ഷ്മമായി അവനെ തിരഞ്ഞു. എന്നിട്ടും അവൾക്ക് അയാളെ പറ്റി കൂടുതലായി ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവൾ അരികിൽ നിന്ന് ചിരഞ്ജീവ ഗുരുവിനെ ഒന്ന് നോക്കി. എന്തിനാണ് നിങ്ങളുടെ മുഖം മറച്ചു വെക്കുന്നത്? സ്വന്തം മുഖം പുറത്തു കാണിക്കാൻ മടിക്കുന്ന വൈദ്യനെയും ഞാനിതുവരെ കണ്ടിട്ടില്ല. നിങ്ങളുടെ പേരെങ്കിലും പറയാൻ കഴിയുമോ? ദേവാംഗനയുടെ ഈ ചോദ്യങ്ങളിൽപ്പെട്ട് അമരേന്ദ്രൻ ഒന്നുഴറി. ഗൗരവമേറിയ ശബ്ദത്തിൽ അമരൻ അവളോട് പറഞ്ഞു, എനിക്ക് പണം ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. എന്റെ പേരോ എന്നെ സംബന്ധിക്കുന്ന മറ്റു വിവരങ്ങളോ നിങ്ങളെ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. അമരേന്ദ്രൻ അവളുടെ ചോദ്യം രസിക്കാത്ത മട്ടിൽ മറുപടി പറഞ്ഞു. തന്നെ പറ്റിയുള്ള ഒരു വിവരവും പങ്കുവയ്ക്കാൻ അമരേന്ദ്രൻ ഒരുക്കമല്ലെന്ന് ദേവാംഗനയ്ക്ക് വ്യക്തമായി. കൂടുതലായി സംസാരിച്ച് അയാളെ കൂടുതൽ മുഷിപ്പിക്കേണ്ട എന്ന് അവൾ തീരുമാനിച്ചു. കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ പേരെങ്കിലും അറിയണമെന്ന് ഒരാഗ്രഹം തോന്നി, അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. എന്നാൽ നിങ്ങളെപ്പറ്റി പറയാൻ നിങ്ങൾക്ക് താല്പര്യം അശേഷമില്ലെന്ന് മനസ്സിലായി. ഇനി കൂടുതലായി ഒന്നും ചോദിച്ച് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഇത്രയും പറഞ്ഞവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവളുടെ സംസാര രീതി അമരേന്ദ്രന് നന്നായി ബോധിച്ചിരുന്നു. അവന്റെ കണ്ണുകൾ ദേവാംഗനയുടെ അഴകാർന്ന പാദങ്ങളിൽ പതിച്ചു. അവന് അവളോട് അതിയായി സ്നേഹം തോന്നി. അത് മറ്റുള്ളവരെ പോലെ അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിട്ടായിരുന്നില്ല. അവളുടെ വിവേകപൂർവമായ പെരുമാറ്റം കാരണം അവന് അവളോട് ബഹുമാനം തോന്നി. സമീപഭാവി ദേവാംഗനയുടെ സഹായം തനിക്ക് ആവശ്യം വരുമെന്ന് അമരൻ മനസ്സിലാക്കി. ദേവാംഗനയെ കൂടുതലായി അറിയണം. ഇവൾ ഒരു അഴകുറാണി മാത്രമല്ല, ഇവൾക്കുള്ളിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ പെൺകുട്ടിയുടെ സാമർഥ്യം ലേല അറയിൽ വെച്ച് മനസ്സിലാക്കിയതാണ്. ഇവരുടെ കയ്യിൽ ഒരു കല്ല് കൊടുത്ത് ലേലം ചെയ്യാൻ പറഞ്ഞാൽ പോലും ഇവൾ ആ കല്ല് സ്വർണ്ണവിലയ്ക്ക് ലേലം ചെയ്യും. അത്രയ്ക്ക് സമൃദ്ധയാണിവൾ. ഇങ്ങനെ ദേവാംഗനയെ കുറിച്ച് ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു അമരൻ. അവളോട് സംസാരിക്കുമ്പോഴെല്ലാം അവൻ ജാഗരൂകനായിരുന്നു. കാരണം അവൾ തന്നെക്കുറിച്ച് അറിയാൻ ഏറെ താല്പര്യം കാണിക്കുന്നുണ്ട്. മറുവശത്ത് ദേവാംഗന എങ്ങനെയെങ്കിലും ഈ വൈദ്യനെ കുറിച്ച് കൂടുതലായി അറിയണമെന്ന് ചിന്തിച്ചു. ആ ഉദ്ദേശത്തിൽ ദേവാംഗനയും ചിരഞ്ജീവ ഗുരുവും അമരനോട് ഓരോന്ന് ചോദിച്ചു കൊണ്ടിരുന്നു. അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയത് വരുണമിത്രനായിരുന്നു. അദ്ദേഹത്തിന്റെ മറുപടികളെല്ലാം തന്നെ സാമർഥ്യപൂർവമുള്ളവയായിരുന്നു. സംസാരത്തിൽ അവരനെ കുറിച്ച് ഒരു സൂചന പോലും അദ്ദേഹം നൽകിയില്ല. വരുണമിത്രൻ തനിക്കൊപ്പം ഉണ്ടായത് നന്നായി, ഇല്ലെങ്കിൽ താൻ എന്തെങ്കിലും വിട്ടുപറഞ്ഞു പോയേനെ എന്ന് അമരേന്ദ്രൻ ചിന്തിച്ചു. വരുണമിത്രന്റെ ബുദ്ധിപരമായ മറുപടികളിൽ നിന്ന് അമരേന്ദ്രനെ പറ്റി ഒന്നും തന്നെ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. അവരിൽ നിന്നും കൂടുതലായി ഒന്നും അറിയാൻ സാധിക്കില്ലെന്ന് ദേവാംഗനയ്ക്ക് ഉറപ്പായി. അതിനുമേലെ ഇനിയൊന്നും ചോദിക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചു, അവസാനിപ്പിച്ചു. അടുത്ത നിമിഷം ദേവാംഗന ചക്രാനന്ദം എന്നെഴുതിയ ഒരു കടലാസ് പുറത്തെടുത്തു. എന്നിട്ട് ചിരിച്ചുകൊണ്ടവൾ ആ കടലാസ് അവന് നേരെ നീട്ടി. ശരി, നിങ്ങളോട് ഞാൻ എത്ര സംസാരിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ഒന്നും തന്നെ പറയാൻ പോകുന്നില്ല. എങ്കിൽ നിങ്ങൾ ഈ കടലാസ് കയ്യിൽ വെച്ച് കൊള്ളുക. ഈ പാഞ്ചാല ദേശത്തെ ഏത് ലേലശാലയിലും നിങ്ങൾക്ക് പ്രവേശനാനുമതി ഉണ്ടാകും. അവിടെ വെച്ച് നിങ്ങൾക്ക് ഏത് ലേലവസ്തുവും വാങ്ങുവാനും സാധിക്കും. അവൾ നീട്ടിയ കടലാസിനെ കുറിച്ച് അവന് മനസ്സിലാക്കി കൊടുത്തു. തനിക്ക് ആ കടലാസ് ആവശ്യമായി വരുമെന്ന് ബോധ്യമുള്ള അമരൻ അത് ഏറ്റുവാങ്ങി. അത് വാങ്ങാനായി അവൻ കൈ നീട്ടിയപ്പോൾ ആ കൈ കണ്ട ദേവാംഗന ഒന്ന് ഞെട്ടി. അവൾ കരുതി ഇരുന്നത് അയാൾ ഒരു മധ്യവയസ്കനാണെന്നാണ്. എന്നാൽ ആ കൈ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഇയാൾ ഒരു യുവാവാണെന്ന്. എങ്കിലും ആരായിരിക്കും? അവൾ മനസ്സിലോർത്തു. ആ സമയം മറ്റൊരു സ്ത്രീ അവിടേക്ക് വന്നു. അവർ ദേവാംഗനയുടെ കയ്യിൽ മറ്റൊരു കടലാസ് കൊടുത്തു. അത് ലേലസംബന്ധമായ രേഖകളായിരുന്നു. അത് കയ്യിൽ കിട്ടിയപ്പോൾ
അമരൻ ആശ്വാസമായി. പണത്തെ സംബന്ധിച്ച രേഖ കിട്ടിയ ഉടനെ അമരൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. ഇനി അവിടെ നിൽക്കാൻ അവനു കാരണങ്ങളൊന്നുമില്ലായിരുന്നു. എല്ലാത്തിനും നന്ദി. അവൻ തിരികെ ഇറങ്ങുന്നതിന് മുൻപ് അവരോട് പറഞ്ഞു, ഇനി ലേലം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്നെ സ്മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമരൻ അനുകൂലമായി തലയാട്ടി. അമരേന്ദ്രൻ ചക്രാനന്ദ ലേലശാലയിൽ നിന്നും ഇറങ്ങി. അവൻ ഇറങ്ങിയ ശേഷം ചിരഞ്ജീവ ഗുരുവും ലേലമുഖ്യനും ദേവാംഗനയും ചേർന്ന് അവനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവൻ ഒരു മികച്ച വൈദ്യനാണെന്ന് ചിരഞ്ജീവ ഗുരു പറഞ്ഞു. എന്നാൽ തനിക്ക് ആ അമൃതധാര വാങ്ങാൻ കഴിയാത്തതിൽ വിഷമമുണ്ടെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. പെട്ടെന്ന് ദേവാംഗന അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരുവേ, നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയില്ലേ ആ അമൃതധാര? നീ എന്താണ് പറയുന്നത്? അതൊരിക്കലും സാധിക്കില്ല. അമൃതധാര ആ വൈദ്യൻ നിർമ്മിച്ചത് തന്നെ വർഷങ്ങൾ എടുത്താവും. അതൊരു തപസ്യാണ്. അങ്ങനെയുള്ള ഒരു പാനീയം നമുക്ക് നിർമ്മിക്കാൻ സാധിക്കില്ല. അതിൽ ചേർത്ത മൂലികകൾ മനസ്സിലാക്കിയാലും അതിന്റെ പാകം അത് കണ്ടെത്താൻ കഴിയില്ല. നമുക്ക് അത് നിർമ്മിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഈ ചക്രാനന്ദ ലേലശാലയിൽ അത് ലേലത്തിൽ വെച്ച് നമുക്കും കൂടുതൽ പണം സമ്പാദിക്കാമായിരുന്നു. ദേവാംഗന കച്ചവട ബുദ്ധിയോടുകൂടി ചിരഞ്ജീവ ഗുരുവിനോട് പറഞ്ഞു. എന്നാൽ അത് സാധിക്കില്ലെന്ന് ഗുരു വ്യക്തമാക്കി. ഇതുപോലൊരു സംഭവം മുൻപ് നടന്നിട്ടുണ്ട്. ഗുരു ആ കഥ പറയുവാൻ ആരംഭിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഉത്തരരാജ്യ കുടുംബം ഇതുപോലൊരു തെറ്റ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന മഹാനായ ഒരു വൈദ്യനിൽ നിന്ന് അദ്ദേഹം നിർമ്മിക്കുന്ന മരുന്നിന്റെ കൂട്ട് തെറ്റായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു. വൈദ്യനെ ചതിച്ച കുടുംബത്തിന് തക്കതായ ശിക്ഷ ലഭിച്ചു. ഉത്തരരാജ്യത്ത് നിന്ന് ആ കുടുംബമേ തുടച്ചു നീക്കപ്പെട്ടു. കഥ കേട്ടുകൊണ്ടിരുന്ന ദേവാംഗന തനിക്കും ഈ കഥ അറിയാമെന്ന് പറഞ്ഞു. ദേവാംഗനയുടെ സംസാരത്തിൽ ചിരഞ്ജീവ ഗുരുവിന് അതൃപ്തി തോന്നി. എന്താണ് ദേവാംഗനെ നീ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നത്? ഈ കഥ നിനക്ക് മുൻപേ അറിയാമെങ്കിൽ പിന്നെന്തിനാണ് അതേ തെറ്റ് നീയും ആവർത്തിക്കാൻ ശ്രമിക്കുന്നത്? കഥയിലെ കുടുംബത്തെക്കാളും പ്രതാപം നമ്മുടെ കുടുംബത്തിലുണ്ട് എന്ന് കരുതി ആരാണെന്ന് പോലും അറിയാത്ത ഒരു വൈദ്യന്റെ ശാപം നമ്മൾ ഏറ്റുവാങ്ങരുത്. ചിരഞ്ജീവ ഗുരു അവളെ ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വിശ്വാസം പിടിച്ചു പറ്റുന്നതാണ് നല്ലത്. അങ്ങനെ സംഭവിച്ചാൽ അദ്ദേഹം നിർമ്മിക്കുന്ന മരുന്നുകളെല്ലാം നമ്മുടെ ലേലശാല വഴി നമുക്ക് വിൽക്കാൻ സാധിക്കും. അതിനാൽ നമുക്ക് പല ഗുണങ്ങളുമുണ്ട്, ഗുരു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് ദേവാംഗന ചിന്തിക്കാൻ തുടങ്ങി. അധ്യായം 12. അമരേന്ദ്രൻ കൊണ്ടുവന്ന അമൃതധാര പാനീയത്തിന്റെ കൂട്ട് രഹസ്യമായി കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് ദേവാംഗന ചിരഞ്ജീവ ഗുരുവിനോട് പറഞ്ഞു. എന്നാൽ ഇത് ശരിയായ കാര്യമല്ലെന്നും ചക്രാനന്ദ കുടുംബത്തിന് തന്നെയും അപമാനമാണ് അതെന്നും ഗുരു അവളെ പറഞ്ഞു മനസ്സിലാക്കി. ദേവാംഗന ചിരഞ്ജീവ ഗുരുവിന്റെ സംസാരം കേട്ട് നിശബ്ദയായി ചിന്തിക്കാൻ തുടങ്ങി. ഇതേ സമയം ലേലശാല വിട്ടിറങ്ങിയ അമരേന്ദ്രൻ അവിടെ നിന്നും ചന്തയിലേക്ക് പോയി. ലേലത്തിൽ നിന്ന് കിട്ടിയ പണം തനിക്കാവശ്യമായ ഔഷധമൂലികകൾ വാങ്ങിച്ച് തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. അമരൻ വേഗത്തിൽ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. ധൃതിയിൽ പടിക്കെട്ടുകൾ കയറി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നേരെ തന്റെ പള്ളിയറയിലേക്ക് പോയി. അമരൻ അകത്തു പ്രവേശിച്ച ഉടൻ തന്നെ വാങ്ങിവന്ന ഔഷധക്കൂട്ടുകൾ എല്ലാം വൃത്തിയായി അറയിൽ ഒതുക്കി വെച്ചു. അറ നിറയെ ഔഷധമൂലികകൾ കണ്ടപ്പോഴാണ് അമരന് മനസമാധാനമായത്. ഇനി ആശങ്കപ്പെടേണ്ടതില്ല. കുറച്ചധികം മാസങ്ങൾ അമൃതധാര നിർമ്മിക്കാനുള്ള അത്ര മൂലികകൾ ശേഖരിക്കാൻ സാധിച്ചു. അവൻ സമാധാനത്തോടെ അറയുടെ വാതിലടച്ച് കട്ടിലിൽ പോയിരുന്നു. ഇനി അല്പനേരം ഒന്ന് വിശ്രമിക്കണം. അവൻ ഉറങ്ങാൻ കിടന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൻ ഉറക്കം വന്നില്ല. എന്തോ ഒരു അജ്ഞാത ഭയം അവനെ പിടികൂടിയിരുന്നു. അകാരണമായി അമരന്റെ മനസ്സ് വിഷമിക്കാൻ തുടങ്ങി. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അമരനെ നിദ്ര തഴുകിയില്ല. വാസുകിയുടെ പരിഹാസവും കുത്തുവാക്കും നിറഞ്ഞ സംസാരവും അവനെ വല്ലാതെ അലട്ടി. അതേസമയം ദേവാംഗനയുടെ സുന്ദരമായ മുഖം ഓർമ്മയിൽ നിറഞ്ഞപ്പോൾ ആ കാഴ്ച അമരനിൽ ആശ്വാസം പകർന്നു. വാസുകിയുടെ കുത്തുവാക്കുകളും ദേവാംഗനയുടെ സുന്ദരമായ മുഖവും അവന്റെ മനസ്സിൽ മാറി മാറി വന്നുകൊണ്ടിരുന്നു. ചിന്തയുടെ ലോകം. ഛേ, ഇനി ഞാനെന്തിനാ ആ ദേവാംഗനെ കുറിച്ച് ചിന്തിക്കുന്നു
എന്ന് സ്വയം ചോദിച്ച് പിന്നെയും കിടന്നു. ഇങ്ങനെ കിടക്കുന്നതിനിടയിൽ പെട്ടെന്ന് വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. അമരേന്ദ്രൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവൻ വിളിച്ചു ചോദിച്ചു, ആരാണ്? മാധുരിയാണോ? നീയാണോ കതകിൽ മുട്ടുന്നത്? പുറത്തുനിന്ന് ഒരു മറുപടിയും വന്നില്ല. വാതിലിൽ തുടരെ തുടരെ മുട്ടിക്കൊണ്ടേയിരുന്നു. സംശയത്തോടെ കൂടി എഴുന്നേറ്റ് അമരേന്ദ്രൻ കതകിനരികിലെത്തി. ആരാണ് ഈ സമയത്ത് വാതിലിൽ മുട്ടുന്നത്? ആരായിരിക്കും അവിടെ എന്ന് ചിന്തിച്ച് വാതിൽ മെല്ലെ തുറന്നു. വാതിലിന് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവനൊന്നു ഞെട്ടി. മുട്ടിയത് വേറെ ആരുമല്ല, പിതാവ് താരക വംശാധിപൻ അരുണേന്ദ്രനായിരുന്നു. പിതാവേ, അവിടുന്ന് ഈ സമയത്ത് അങ്ങ് എന്താണ് വന്നത്? എന്നെ ഒന്ന് വിളിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടത്തെ അരികിലേക്ക് വരുമായിരുന്നല്ലോ. മകന്റെ ചോദ്യം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അരുണേന്ദ്രൻ പറഞ്ഞു, ഞാൻ അകത്തേക്ക് വന്നോട്ടെ, അതോ ഞാൻ തിരിച്ചു പോകണം എന്നാണോ? ഈ വാതിൽ ഇങ്ങനെ മറഞ്ഞു നിന്നാൽ ഞാൻ എങ്ങനെ അകത്തേക്ക് കയറും? പാതി കളിയായും മറുപാതി കാര്യമായും അരുണേന്ദ്രൻ മകനോട് ചോദിച്ചു. അപ്പോഴാണ് താൻ അകത്തേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയാണ് നിൽക്കുന്നതെന്ന കാര്യം അമരൻ മനസ്സിലാക്കിയത്. പെട്ടെന്ന് വഴിമാറിക്കൊണ്ട് അമരേന്ദ്രൻ തന്റെ പിതാവിനോട് പറഞ്ഞു, അകത്തേക്ക് വരൂ പിതാവേ, അകത്തേക്ക് വന്നാലും. വളരെയേറെ വിനയത്തോടു കൂടി അവൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. അരുണേന്ദ്രൻ അമരന്റെ തോളിൽ കൈവച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചു. അകത്തെ കിടക്കയിലിരുന്നു. അരുണേന്ദ്രൻ എന്തോ അഗാധമായി ചിന്തിച്ചുകൊണ്ട് തല ചരിച്ചു. പിതാവ് എന്തിനായിരിക്കും തന്നെ കാണാൻ ഈ സമയത്ത് വന്നതെന്ന് മനസ്സിലാക്കാതെ അമരേന്ദ്രൻ പിതാവിന്റെ വാക്കുകൾക്കായി കാതോർത്തിരുന്നു. അവന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ അലയൊലി കൊണ്ടു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അരുണേന്ദ്രൻ മൗനം വെടിഞ്ഞ് സംസാരിച്ചു തുടങ്ങി. നോക്കൂ അമരേന്ദ്ര, എനിക്ക് ചുറ്റിവളച്ച് സംസാരിക്കാൻ അറിയില്ല. ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. തോൽവിക്ക് ശേഷം നീ വല്ലാതെ തകർന്നു പോയെന്ന് എനിക്കറിയാം. ആ സമയത്ത് നിന്നോട് സംസാരിക്കണമെന്ന് തോന്നിയിരുന്നു. എന്നാൽ ആ സംസാരം ചിലപ്പോൾ നിന്നെ കൂടുതൽ വിഷമിപ്പിക്കാൻ കാരണമായിരിക്കും. അതുകൊണ്ടാണ് സംസാരിക്കാതെ ഇരുന്നത്. അപ്പോഴത്തെ നിന്റെ മാനസികാവസ്ഥയിൽ നിന്നെ തനിച്ചു വിടുന്നതാണ് നല്ലതെന്ന് തോന്നി. അതുകൊണ്ടെല്ലാമാണ് കഴിഞ്ഞ കുറച്ചു കാലം ഞാൻ നിന്നെ കാണാൻ വരാതിരുന്നത്. ഇപ്പോൾ ആ മാനസികാവസ്ഥയിൽ നിന്നും നീ കരകയറി എന്ന് നാം കരുതുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ മകനെ ഒന്ന് നോക്കി. അമരേന്ദ്രൻ ഒന്നും സംസാരിക്കാതെ പിതാവ് പറയുന്നതും ശ്രവിച്ച് ഇരിക്കുകയായിരുന്നു. നിനക്കിപ്പോഴും സങ്കടമുണ്ടോ പുത്ര? അത് കേട്ടപ്പോൾ തന്നെ അമരേന്ദ്രന്റെ മനസ്സിലെ വിഷമം നീങ്ങി. അവന്റെ ഹൃദയത്തിൽ ആശ്വാസത്തിന്റെ തെന്നൽ വീശി. അരുണേന്ദ്രൻ തന്റെ പുത്രനെ നോക്കി തുടർന്നു, നോക്കൂ പുത്ര, എനിക്ക് നിന്റെ കഴിവിൽ വിശ്വാസമുണ്ട്. എന്റെ മകൻ ഒരു വീരയോദ്ധാവാണ്. നിന്നെ ആരും കളിയാക്കി വിളിച്ചതല്ല സിംഹയോധ എന്ന്. ആ വിളി കേൾക്കാൻ പൂർണ്ണ യോഗ്യത നിനക്കുണ്ട്. നീ ഒരിക്കൽ പരാജിതനായിരിക്കാം, പക്ഷേ അതെന്നും അങ്ങനെ ആവണമെന്നില്ല. എനിക്ക് നീ എപ്പോഴും വീരയോധയാണ്. അതിലെനിക്ക് പൂർണ്ണ വിശ്വാസവുമുണ്ട്. നിന്റെ നഷ്ടപ്പെട്ട ശക്തി എത്രയും വേഗം വീണ്ടെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേണ്ടത്ര തീർച്ചയായും പിതാവേ. അടുത്ത മഹാചക്ര മത്സരത്തിൽ പങ്കെടുത്ത് 9 നക്ഷത്രങ്ങൾ നേടി അപരാജിതൻ എന്ന പദവിയിൽ വീണ്ടും ഞാൻ എത്തിച്ചേരും. ഞാൻ വീരയോദ്ധാവാണെന്ന് എല്ലാവർക്കും മുമ്പിലും. ഇനി എന്നെ അപമാനിച്ചവർക്കെല്ലാമുള്ള മറുപടി ഞാൻ നൽകും. ഒരു ഭീരു എന്ന നിലയിൽ എന്നെ നോക്കിക്കണ്ടവർ വീണ്ടും വീരയോധ എന്ന് വിളിക്കും. അവൻ ആവേശത്തോടെ പറഞ്ഞു. അമരേന്ദ്രൻ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് കണ്ട അരുണേന്ദ്രന് ഒരു വശത്ത് സന്തോഷം തോന്നിയെങ്കിലും മുഖത്ത് നിഴലിച്ച മൂകത എവിടെയോ ഒരു സംശയത്തിന്റെ നിഴൽ വീഴ്ത്തിയിരുന്നു. പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അമരേന്ദ്രന് പറയാതെ തന്നെ കാരണം മനസ്സിലായി. പിതാവേ, വാസുകി പറഞ്ഞതിന്റെ പേരിൽ അവിടുന്ന് എന്തിനാ വിഷമിക്കുന്നേ? വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. എനിക്കതിൽ ഒരു നഷ്ടബോധവും തോന്നുന്നില്ല. പിതാവേ, നിങ്ങളും അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. അവൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പുത്ര, വാസുകി നിന്നെ വേണ്ടെന്ന് പറഞ്ഞതിൽ നീ ഖേദിക്കേണ്ട. അവൾ നിന്നെ ഉപേക്ഷിക്കുമ്പോൾ നഷ്ടം സംഭവിക്കുന്നത് അവൾക്ക് തന്നെയാണ്.
നിന്നെപ്പോലൊരു ധീരയോദ്ധാവിനെ അവൾ അർഹിക്കുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ അഹങ്കാരി നിന്നെ ഭീരു എന്ന് വിളിച്ചതിൽ നീ വിഷമിക്കേണ്ട. നിന്നെപ്പറ്റി ഈ പിതാവിന് നന്നായി അറിയാം. ഉറപ്പായും അവളെ നിഷ്പ്രയാസം ജയിക്കാം. നീ പറഞ്ഞതുപോലെ വർഷങ്ങൾ കഴിഞ്ഞ് വരാനുള്ള മത്സരത്തിൽ നിനക്കത് തെളിയിക്കാം. അരുണേന്ദ്രൻ പറഞ്ഞു. തീർച്ചയായും ഞാൻ തെളിയിക്കും പിതാവേ. അതിൽ അങ്ങേക്ക് സംശയമൊന്നും വേണ്ട. അത് കഴിഞ്ഞാൽ ഈ ആശങ്കകളെല്ലാം വൃഥാവിലാവും. വെയിലേറ്റ ഹിമഗണം പോലെ അലിഞ്ഞില്ലാതാകും. അനാവശ്യമായ ആശങ്കകൾ ഒന്നും അങ്ങേക്ക് വേണ്ട. ധൈര്യമായിരിക്കുക, അമരൻ പറഞ്ഞു. മരുഭൂമിയിലെ കുളിർമഴ പോലെ അമരേന്ദ്രന്റെ വാക്കുകൾ അരുണേന്ദ്രനിലെ തീ അണച്ചു. അമര, നിന്നെ കാണുമ്പോൾ ഞാൻ കണ്ണാടി നോക്കുന്നത് പോലുണ്ട്. നിന്റെ ആവേശം കാണുമ്പോൾ എനിക്കെന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. നിന്റെ സംസാരം കേൾക്കുമ്പോൾ ഞാൻ എത്ര സന്തോഷവാനാണെന്ന് നിനക്കറിയാമോ? ഈ സമയം നിന്റെ ജ്യേഷ്ഠന്മാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരും നിന്നെയോർത്ത് അഭിമാനിക്കും. അരുണേന്ദ്രൻ വികാരധീരനായി പറഞ്ഞു. അരുണേന്ദ്രൻ കുറെ നേരം അമരേന്ദ്രനോട് സംസാരിച്ചിട്ട് മനസ്സമാധാനത്തോടെ പോകാനൊരുങ്ങി. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പുത്രനോട് യാത്ര പറഞ്ഞ് മുറി വിട്ടിറങ്ങി. അമരൻ പിതാവിനെ പിന്തുടർന്ന് വാതിൽക്കൽ വരെ വന്നു. പിതാവ് പടിയിറങ്ങുന്നത് നോക്കി നിന്നു. പടിക്കെട്ടിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് നിർത്തി അരുണേന്ദ്രൻ തിരിഞ്ഞു നോക്കി. അമര, ഞാൻ എന്താണോ നിന്നോട് പറയാൻ വന്നത് അത് പറയാതെയാണ് പോകുന്നത്. അമരൻ ഉടനെ തന്നെ പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. പിതാവേ, എന്താണ് അങ്ങ് പറയാൻ വന്നത്? അവന്റെ ചോദ്യം കേട്ട് അരുണേന്ദ്രൻ തന്റെ വസ്ത്രത്തിന്റെ കീശയിൽ നിന്ന് ഒരു ചെറിയ പച്ച സ്ഫടികപാത്രം എടുത്തു. അദ്ദേഹം അത് പുത്രന്റെ കയ്യിൽ കൊടുത്തു. അത് കണ്ടപ്പോൾ തന്നെ അതെന്താണെന്ന് അമരന് മനസ്സിലായി. എന്നിട്ടും ഒന്നും അറിയാത്തവനെ പോലെ അവൻ പിതാവിനോട് ചോദിച്ചു, ഈ പാനീയം എന്താണ്? അമൃതധാരാ പാനീയം എന്നാണ് ഇതിന്റെ പേര്. ഇത് വളരെ വിശിഷ്ടമായ ഒന്നാണ്. ഞാനിത് നിനക്കായി വാങ്ങിയതാണ്. ഇത് നിന്നെ വളരെയധികം സഹായിക്കും. നിന്റെ നഷ്ടപ്പെട്ട ഊർജം നിനക്ക് വീണ്ടെടുക്കാം. ഇത് 2 തുള്ളി വെള്ളത്തിൽ കലർത്തി കുടിച്ചാൽ മതി. ഔഷധം നിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. കുളിക്കുമ്പോൾ ആ വെള്ളത്തിൽ 2 തുള്ളി കലർത്തി കുളിച്ചാൽ പോലും അതിന്റെ ഗുണം ലഭിക്കും. ഒരു നവോന്മേഷം നിനക്കത് പ്രദാനം ചെയ്യും. ഇങ്ങനെ അമൃതധാരാ പാനീയത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അഭിമാനത്തോടെ അരുണേന്ദ്രൻ അമരനോട് പറഞ്ഞു. പിതാവേ, അങ്ങ് പറയുന്നത് കേട്ടിട്ട് ഇതിന്റെ മൂല്യം വളരെ അധികമായിരിക്കുമെന്ന് തോന്നുന്നു. അങ്ങ് ഇത് വാങ്ങാൻ എത്ര പണം ചിലവാക്കി? നീ പറയുന്ന പോലെ കുറച്ച് വിലയുണ്ട്. എന്നാലും നിനക്കിപ്പോൾ ഇതിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഒന്നും ആലോചിക്കാതെ ഞാൻ നിനക്കായി ഇത് വാങ്ങിയത്. അരുണേന്ദ്രൻ പറഞ്ഞു. ഇതിന് എത്ര വില കൊടുത്തു? അമരൻ വീണ്ടും ചോദിച്ചു. 40,000 സ്വർണ്ണ നാണയങ്ങൾ. അരുണേന്ദ്രൻ മറുപടി പറഞ്ഞു. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിയതാണോ? ഇത്രയും വില കൊടുത്ത് വാങ്ങിയതാണെന്നറിഞ്ഞാൽ നമ്മുടെ കൊട്ടാരത്തിലെ പ്രമാണിമാരും നമ്മുടെ രാജവംശത്തിലെ പ്രമുഖരും എന്തെങ്കിലുമൊക്കെ പറയില്ലേ? ഈ കാരണം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കില്ലേ? ആശങ്കയോടെ അമരേന്ദ്രൻ ചോദിച്ചു. തീർച്ചയായും അവർ പ്രശ്നമുണ്ടാക്കും. പക്ഷേ നീ അതോർത്ത് വിഷമിക്കേണ്ട. നീ അപരാജിത പട്ടം നേടണം. അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം. മറ്റെല്ലാം ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം, അരുണേന്ദ്രൻ പറഞ്ഞു. അരുണേന്ദ്രന് തന്നോടുള്ള സ്നേഹം കാണുമ്പോൾ അമരേന്ദ്രന്റെ ഉള്ള് നനവാർന്നു. തീർച്ചയായും ഞാൻ എന്റെ ശക്തി തെളിയിക്കും പിതാവേ. അടുത്ത വർഷം ഞാൻ ഇന്ദ്രോത്സവത്തിൽ പങ്കെടുത്ത് എന്റെ ശക്തി തെളിയിക്കും. അതുവരെ അല്ലേ ഇവരൊക്കെ പരിഹസിക്കൂ? അതുവരെ ഇവരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പോകും. പോകട്ടെ. അടുത്ത വർഷം ശക്തി കാണിക്കുമ്പോൾ നമ്മൾ ചെയ്തതിൽ ഊർജ്ജമില്ല എന്ന് ഇവർക്ക് മനസ്സിലായിക്കൊള്ളും. അതുവരെ നമുക്ക് ഈ മുറുമുറുപ്പുകൾ സഹിക്കണം. അമരൻ എന്തോ ഓർത്ത് ചിന്താമഗ്നായി നിന്നു. അതും പറഞ്ഞ് അമരൻ സങ്കടത്തോടെ മുഖം കുനിച്ചു നിൽക്കുകയായിരുന്നു. അവന്റെ ഭാവം മാറ്റം ശ്രദ്ധിച്ച അരുണേന്ദ്രൻ, ഇവിടെ നോക്ക് അമര, നീ ഇതൊക്കെ മനസ്സ് വിഷമിപ്പിക്കരുത്. ഈ പ്രശ്നങ്ങളെല്ലാം നിന്നെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നീ നിന്റെ പരിശീലനത്തിൽ വീഴ്ച വരുത്തരുത്. എപ്പോഴും ഏകാഗ്രമായ മനസ്സോടു കൂടുക. മത്സരത്തിന് തയ്യാറെടുക്കുക.
നിന്റെ മനസ്സിൽ അത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ ഇവിടെയുണ്ട്. നീ നിന്റെ മനസ്സ് ശാന്തമാക്കി വെക്കുക. ആരോഗ്യം ശ്രദ്ധിക്കുക. ശാന്തനായി കിടന്നുറങ്ങൂ. ഇതിനുമേൽ സംസാരിച്ചു നിന്ന് നിന്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ഒരുക്കമല്ല. രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താഴെ നിന്ന് ആളുകളുടെ സംസാരം കേട്ടു. ആ, നമ്മൾ ആരെക്കുറിച്ചാണോ സംസാരിച്ചത് അവർ എത്തിയിട്ടുണ്ട്. അരുണേന്ദ്രൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ശരി അമര, ഞാൻ പോയി അവരെ കണ്ടിട്ട് വരാം. നീ പോയി വിശ്രമിക്കൂ. അദ്ദേഹം പടികൾ ഇറങ്ങാൻ തുടങ്ങി. പിതാവേ, ഞാൻ കൂടെ വരണോ? അമരൻ പിതാവിനെ നോക്കി പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല, നീ പോയി വിശ്രമിക്കൂ. അവരെ ഞാൻ നോക്കിക്കൊള്ളാം. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും പിതാവിനോട് ചോദിക്കാൻ മടിക്കണ്ട. മറുപടി കാത്തു നിൽക്കാതെ അരുണേന്ദ്രൻ പടിയിറങ്ങി. ശോകമുഖമായ മുഖവുമായി അമരൻ തന്റെ മുറിയിലേക്ക് മടങ്ങി. മുറിയിൽ കയറിയ ഉടനെ പിതാവ് തന്ന സ്ഫടികക്കുപ്പി മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ അമരന് മുറിയിൽ എന്തോ വ്യത്യാസം അനുഭവപ്പെട്ടു. അവൻ ചുറ്റും നോക്കി. തിരശീലയിട്ട അറയ്ക്ക് പുറകിലായി ആരോ നിൽക്കുന്നുണ്ടെന്ന് അമരന് മനസ്സിലായി. അവൻ അതിനടുത്ത് ചെന്ന് ആളുടെ കൈപിടിച്ച് പുറത്തേക്ക് വലിച്ചു. പുറത്തേക്ക് വാ മാധുരി, എനിക്ക് നന്നായി അറിയാം നീയാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് അവൻ പറഞ്ഞു. മാധുരി പുറത്തു വന്നു അവന്റെ മുന്നിൽ നിന്നു. നിന്റെ പിതാവിനോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാനിവിടെ ഒളിച്ചിരുന്നത്. ശരി, അത് പോകട്ടെ. നീയും നിന്റെ പിതാവും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നിന്റെ മുഖത്തൊരു പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ തോന്നുന്നുണ്ട്. നിന്റെ മുഖം ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ആശ്വാസം തോന്നുന്നു, അവൾ പറഞ്ഞു. അവൻ അത് അനുകൂലിച്ചെന്ന വണ്ണം തല കുലുക്കി. അത് ശരി, നീ ഉച്ചയ്ക്ക് എങ്ങോട്ടാ പോയത്? ഞാൻ നിന്നെ എല്ലായിടത്തും തിരഞ്ഞു, പക്ഷേ നീ കൊട്ടാരത്തിൽ എങ്ങുമില്ലായിരുന്നു. മാധുരി സംശയത്തോടെ ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു.